അന്ന് ആൾക്കാർ എന്നോട് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, ദിസ് ഈസ് എ ഗ്രേറ്റ് ഡേ, ഇത് നിന്റെ ജീവിതത്തിലെ വലിയ ദിവസമാണ്, നിനക്ക് PhD കിട്ടി, ഡോക്ടറേറ്റ് ഒക്കെ ആയി. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ദിവസത്തെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ ഹൃദയത്തിൽ യേശു വന്ന ദിവസം. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഇന്ന് ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്, ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അനുഗ്രഹീത ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും വിവിധ സെമിനാരികളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ അഭിഷിക്തൻ ഡോക്ടർ PT സുബ്രഹ്മണ്യൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ പ്രിയപ്പെട്ടവർക്കും അത് വലിയ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ PT സുബ്രഹ്മണ്യൻ സാറിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സാറേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ സാറ് പരിചയപ്പെടുത്താമോ? സാർ ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവല്ലായിൽ നിന്നാണ്. തിരുവല്ലായിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്നു. എൻ്റെ ഭാര്യ ടെസ്സി വർഗീസ്, എൻ്റെ മകൾ ദർശ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ ഡെറിക്ക് ഇനി 3ാം ക്ലാസ്സിലോട്ട് പഠിക്കാനായിട്ട് പോകുന്നു. ഇതാണ് എൻ്റെ കുടുംബം. ആമേൻ. പ്രിയ സാറിനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സാറിന് ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിലെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാനുണ്ടെന്ന് എനിക്കറിയാം. ആകയാൽ സമയം ദീർഘിപ്പിക്കുന്നില്ല, തുടർന്ന് സംസാരിക്കുന്നതിനായിട്ട് പ്രിയ സാറിനെ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഡാനിയൽ ജോൺ സാറ്, അതോടെ അരോമ ടിവിയുടെ എന്നെ ശ്രവിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ വൈകുന്നേര സമയം നിങ്ങളോട് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായിട്ട് കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. എന്നെ ശ്രവിക്കുന്ന ഈ എല്ലാ വ്യൂവേഴ്സ്, നിങ്ങൾ വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു പടി കൂടെ ദൈവത്തോട് അടുക്കുവാനും ദൈവത്തെ സിൻസിയറായിട്ട് സ്നേഹിപ്പാനും ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ എൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ, ഈ വാക്കുകൾ ഇടയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം. ദൈവത്തിന്റെ വചനം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ജീവിതത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ആ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തു നമ്മെ തിരഞ്ഞെടുത്ത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും, എന്ന് കർത്താവ് വന്നു അന്നു മുതൽ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും അതിന് മുമ്പുള്ള കാലം ഒരു പഴയ കാലമായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും. അങ്ങനെ ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ BC എന്നും AD എന്നും 2ആയിട്ട് പകുത്തതുപോലെ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും നമ്മുടെ ജീവിതം രാത്രിയും പകലും എന്നതുപോലെ, ഇരുട്ടും വെളിച്ചം എന്നതുപോലെ, പഴയ ജീവിതം, ക്രിസ്തുവിന് മുമ്പുള്ള ജീവിതവും
ക്രിസ്തുവിനോട് കൂടെയുള്ള പുതിയ ജീവിതവും രണ്ടായിട്ട് മാറുന്നു. ആ ഒരു അനുഭവമാണ് ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം. അവിടെ നിന്നും വീണ്ടും ഒരു 30 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പോഴുള്ള നെയ്യാർ ഡാം, അവിടെ വീരണകാവ് എന്നുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ വളരെ വയലേലകൾ, കാവുകൾ, അമ്പലങ്ങൾ, അവിടുത്തെ ഉത്സവങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഗ്രാമീണരായ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയും പശുക്കളെ വളർത്തുകയും കൊച്ചു കൊച്ചു തൊഴിലുകൾ ഒക്കെ ചെയ്യുകയും ഒക്കെ ഉള്ള ഒരു സന്തോഷമായ ഒരു ഗ്രാമം. അതാണ് വീരണകാവ്. അവിടെയാണ് ജനിച്ച് വളർന്നത്. ഞാൻ ഒരു ഹൈന്ദവ ബ്രാഹ്മണ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഇന്ത്യയിലെ സമൂഹത്തിൽ ബ്രാഹ്മിൺസ് ഒരു പഴയ ചിന്തയിൽ, സാമൂഹ്യ വ്യവസ്ഥയിൽ വളരെ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. എന്നാൽ ആ ഒരു ചിന്തയോടുകൂടിയേ അല്ല ഇന്ന് ഞാൻ ജീവിതത്തിൽ ഇടപെടുന്നത്, ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. പക്ഷെ ഞാൻ ജനിച്ചു വളർന്ന പശ്ചാത്തലം ഞാൻ പരാമർശിച്ചു എന്നേ ഉള്ളൂ. എൻ്റെ പിതാവ് തിരുമലേശ്വരൻ പോറ്റി എന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ലോകത്തിലില്ല, ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ പിതാവ് തിരുമലേശ്വരൻ പോറ്റി പണ്ട് തിരുവിതാംകൂറിലെ മഹാരാജാവ് വിളിച്ചിട്ട് മംഗലാപുരം, കാസർഗോഡ് ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് അവിടുത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പൂജാരിമാരായി ശാന്തിക്ക് വേണ്ടി വന്നവരാണ്. അന്ന് ബ്രാഹ്മിൺസിനെ മാത്രമേ പുരോഹിതരായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശാന്തിക്കാരായിട്ട്, അവിടുത്തെ പൂജാരി പുരോഹിതരായിട്ട് വരികയും ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാണ് എൻ്റെ പിതാവിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നത്. എൻ്റെ അമ്മയുടെ വീടാണ് ഞാൻ ആദ്യം പറഞ്ഞ വീരണകാവ്, നെയ്യാർ ഡാമിനടുത്തുള്ള വീരണകാവ് എന്നുള്ള ഗ്രാമം. അവിടെ മുള്ളുകാരവിള മഠം, പിന്നെ പല മഠങ്ങളുണ്ട്. പ്ലാവിള പുത്തൻ മഠം, പടിഞ്ഞാറേ മഠം, കിഴക്കേ മഠം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബ്രാഹ്മണ സമൂഹമായി തന്നെ എൻ്റെ അമ്മ വീട്ടുകാര്, ഇഷ്ടംപോലെ ബന്ധുക്കൾ ഒക്കെയായിട്ട് താമസിച്ചിരുന്നു. വീരണകാവ് എന്നുള്ള ആ പേര് വരാൻ തന്നെ കാര്യം അവിടെയുള്ള ഒരു ശാസ്താ ക്ഷേത്രമാണ്. ഈ കാവും ക്ഷേത്രത്തിന് നടുക്കും അതിന് ചുറ്റുമായിട്ട് ബ്രാഹ്മണ മഠങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു മഠത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛൻ തിരുവനന്തപുരം പട്ടണത്തിൽ താമസിക്കുകയായിരുന്നെങ്കിലും ഈ വീരണകാവിൽ വന്ന് എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയുടെ പേര് പരമേശ്വരി അന്തർജനം എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് തിരുമലേശ്വരൻ പോറ്റി. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഇതാണ് എൻ്റെ കുടുംബ പശ്ചാത്തലം. ഞങ്ങൾ 2 മക്കളാണ്. എനിക്ക് മൂത്തതായിട്ട് ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി വിവാഹം കഴിഞ്ഞ് ഈ വീരണകാവിനടുത്ത് തന്നെ പാർക്കും. അപ്പോൾ ഞങ്ങളെ ഒരു ഗ്രാമ പശ്ചാത്തലവും ബ്രാഹ്മണ പുരോഹിത പാരമ്പര്യം പേരുന്ന മഠങ്ങളും അതിന് ചുറ്റുമായിട്ട് വീരണകാവും അവിടുത്തെ ക്ഷേത്രവും ഉത്സവങ്ങളും ഒക്കെ ഉള്ളതായ ഒരു ചുറ്റുപാടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ഒരു സന്ദർഭത്തിൽ എൻ്റെ ഭവനത്തിൽ നിന്നോ ആ ഒരു ഗ്രാമീണ ചുറ്റുപാടുകളിൽ നിന്നോ സുവിശേഷം കേൾക്കുവാനോ ബൈബിൾ വായിക്കുവാനോ യേശുവിനെ അറിയുവാനോ ഉള്ള യാതൊരു സാഹചര്യവും എൻ്റെ പശ്ചാത്തലം തന്നിരുന്നില്ല. എന്നാൽ ഇന്ന് ഞാൻ അരോമ TV-യിൽ വന്ന് യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാകുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. സാധാരണ എല്ലാ കുട്ടികളും പോലെ നല്ല ഒരു കുട്ടിക്കാലം, സന്തോഷമുള്ള സ്നേഹമുള്ള അമ്മ, അതുപോലെ ബന്ധുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ആ ഒരു രീതിയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വീരണകാവ് ഗവൺമെന്റ് സ്കൂളിലായിരുന്നു എൻ്റെ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസം.
എന്നാൽ ആ സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ 50-ഓളം ബ്രാഹ്മണ പുരോഹിതർ, ശാന്തിക്കാര്, പോറ്റുമാരുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ പിതാവും അങ്ങനെ ഒരു പുരോഹിതനൊക്കെ ആയതുകൊണ്ട് മറ്റ് അമ്മാവന്മാര്, അപ്പൂപ്പന്, ബന്ധുക്കളൊക്കെ ഉള്ളത് കൊണ്ട് ചിന്തിച്ചത് ഞാനും ഒരു ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിട്ട് മാറും. ഒരു സാധാരണ ശാന്തിക്കാരനായി പോരാ, അവിടുത്തെ മുഖ്യ പുരോഹിതനായിട്ട് ഒരു തന്ത്രിയായിട്ട് മാറും എന്നുള്ള ഒരു അതാണ് ഞങ്ങളുടെ കുടുംബവും പശ്ചാത്തലത്തിലൊക്കെ വെച്ച് ഒരാൾ ജനിച്ചാൽ ഏറ്റവും വലിയ ആളെന്ന് പറഞ്ഞാൽ അയാൾ തന്ത്രിയായിട്ട് മാറുക എന്നുള്ളത്. ആ രീതിയിലേക്ക് വരണമെന്നുള്ള ഒരു ജീവിത വീക്ഷണത്തോടെയാണ് എന്നെ വളർത്തിയത്. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ക്ഷേത്ര കാര്യങ്ങൾക്ക്, പൂജ കാര്യങ്ങൾക്ക് കുഞ്ഞിലെ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് 8-ാമത്തെ വയസ്സ് നിങ്ങൾക്ക് ഊഹിക്കാം, 8-ാമത്തെ വയസ്സിൽ എത്ര വരും. ആ 8-ാമത്തെ വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ തന്നെ എന്നെ ക്ഷേത്രങ്ങളുടെ പൂജാ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ എൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മാവന്മാരൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി. രാവിലെ 4 മണിക്ക് എണീക്കണം, എന്നിട്ട് ഈ പൂജകൾക്ക് വേണ്ടി പോകണം. 8-9 മണിയാകുമ്പോൾ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ കഴിഞ്ഞ് വരാം. അത് കഴിഞ്ഞ് സ്കൂളിൽ പോവുക. സ്കൂളിൽ നിന്ന് 4 മണിക്ക് വിട്ടു കഴിഞ്ഞാൽ വേഗം വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായിട്ട് 5 മണിക്ക് അമ്പലത്തിൻ്റെ നട തുറക്കും. അത് രാത്രി 8-9 മണി വരെയൊക്കെ പോകാം. ഉത്സവകാലങ്ങളാണെങ്കിൽ വളരെ ദീർഘരാത്രികൾ മുമ്പോട്ട് പോകാം. അങ്ങനെ 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെ പല ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഒരു പുരോഹിതൻ, ഒരു തന്ത്രിയാകാനുള്ള പരിശീലനങ്ങൾ എനിക്ക് നൽകി. 12-ാമത്തെ വയസ്സിൽ പൂണുനൂല് ഇട്ടു, അതായത് ഉപനയനം എന്ന് പറയും. അപ്പോ ഹൈന്ദവ സംസ്കാരത്തിൽ ഷോഡശ സംസ്കാരങ്ങൾ, അതായത് 16 പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നത് മുതൽ മരണം, അന്ത്യേഷ്ടി, അവസാനത്തെ കർമ്മം അന്ത്യേഷ്ടിയാണ്. പിന്നെ അത് ചോറൂണുണ്ട്. അതുപോലെ ആദ്യമായിട്ട് നിഷ്ക്രമണം, സൂര്യനെ കാണിക്കുന്ന ചടങ്ങുണ്ട്. പേര്, നാമകരണമുണ്ട്. അപ്പോ പേരിടുന്നത് ഒരു വലിയ ചടങ്ങാണ്. ആദ്യമായി സൂര്യനെ കാണിക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട വിവാഹം, അതുപോലെപ്പെട്ട ഒരു സംസ്കാരമാണ്, ഒരു ജീവിതത്തിലെ പ്രധാന ഭാഗമാണ്. അതുപോലെ ഒരു പ്രധാന കാര്യമാണ് ഉപനയനം. ഉപനയനം ബ്രാഹ്മണർക്ക് പുരോഹിതരാകുവാൻ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത അത്യാവശ്യമായ കാര്യം. അങ്ങനെ 12-ാമത്തെ വയസ്സിൽ വ്രതമൊക്കെ എടുത്ത് ഉപനയനം നടത്തും. ഉപനയനം നടത്തുമ്പോൾ ബ്രഹ്മനിൽ നിന്ന് ജനിച്ച് ബ്രാഹ്മണനായിട്ട് തീരും ഈ ഒരു കർമ്മത്തിലൂടെ എന്നുള്ള വിശ്വാസം. അത് എൻ്റെ പിതാവിന് ബന്ധുക്കളൊക്കെ തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് അത് നടത്തിയത്. 90-കളിൽ. അന്ന് എനിക്ക് 12 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എന്നിട്ട് എൻ്റെ കുടുംബാംഗങ്ങളും പിതാവൊക്കെ പറഞ്ഞു, ഇനി സ്കൂളിലേക്ക് പോകണ്ട, നിന്നെ ഒരു തന്ത്രിയാക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ട് 7-ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ഗുരുകുലത്തിൽ വേദങ്ങളും തന്ത്രം, പൂജാവിധികൾ, മന്ത്രം, ഇങ്ങനെയൊക്കെ ഉള്ള ക്ലാസ്സുകളുണ്ട്. ഇത് പഠിക്കുവാൻ വേണ്ടി എന്നെ ഒരു ഗുരുകുല വിദ്യാഭ്യാസത്തിൽ കൊണ്ടു ചേർത്തു. സാധാരണ ഇന്ത്യയിൽ ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ അത് എൻ്റെ കുഞ്ഞുനാളിലെ ജീവിതത്തിൽ അനുഭവിപ്പാനും തമിഴ്നാട്ടിലെ ശിവഗംഗയ്ക്കടുത്ത് സോളപുരം എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഗുരുകുലത്തിൽ പോയി അവിടുത്തെ ഗുരുവിൻ്റെ 7-ാമത്തെ ശിഷ്യനായിട്ട് തീരുവാനും അവിടെ കുറെ നാൾ പഠിക്കുവാനും ഇടയായി. പക്ഷെ ആ പഠനം അന്ന് നല്ലതായിട്ട് തോന്നിയെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് 7-ാം ക്ലാസ് കഴിഞ്ഞ് പോയി അത് ചേർന്നത് കൊണ്ട് അതത്ര നല്ലതായിട്ട് എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തോടാണ് കൂടുതൽ ആകർഷണം തോന്നിയത്. ഗുരുകുല വിദ്യാഭ്യാസത്തോട് ഇഷ്ടമുണ്ടായിരുന്നു, എങ്കിലും ആധുനിക രീതിയിൽ ക്രമീകരിച്ച സിലബസും ടെക്സ്റ്റ് ബുക്കും ക്ലാസും സാറും പരീക്ഷയും ക്ലാസ് റൂമും അവിടെ ഉള്ള കൂട്ടുകാരും കളി, അതിലൊക്കെ വന്നിട്ട് പിന്നെ വളരെ ഈ സിലബസ് ഇല്ല, ക്രമീകൃതമായ പാഠ്യപദ്ധതി ഇല്ല,
സംസ്കൃത മന്ത്രങ്ങളൊക്കെ ഹൃദയസ്ഥ കാണാതെ പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത രീതിയിലേക്ക്, ഗുരുകുല വിദ്യാഭ്യാസത്തിലേക്ക് പോയപ്പോൾ എനിക്ക് അന്നത്തെ കാലത്ത് അത് അത്ര അംഗീകരിക്കാൻ സാധിച്ചില്ല. സ്കൂൾ വിദ്യാഭ്യാസം കൂടുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു. അതെൻ്റെ മാതാപിതാക്കളോട് അറിയിക്കുകയും ഈ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ തന്നെ തുടരാൻ അവരെന്നെ പറഞ്ഞുവെങ്കിലും അതിന് ഞാൻ മനസ്സ് വയ്ക്കാത്തത് കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ വളരെ പ്രാധാന്യം കൊടുത്ത് വന്നപ്പോൾ ഞാൻ തിരിച്ചു വന്നു. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം ഞാൻ എൻ്റെ SSLC ഒക്കെ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ പൂജാവിധികൾ കുടുംബ പാരമ്പര്യത്തിൽ നിന്നും, അപ്പൂപ്പനിൽ നിന്നും, പിതാവിൽ നിന്നും, അമ്മാവന്മാരിൽ നിന്നൊക്കെ പഠിച്ചു. 16 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 25ഓളം ക്ഷേത്രങ്ങളിൽ കടന്നുപോയി. അങ്ങനെ 15-16 വയസ്സായപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പൂജയൊക്കെ ചെയ്യുമായിരുന്നു. ആൾക്കാരെന്നെ കൊച്ചുപോറ്റി, തിരുമേനി എന്നൊക്കെ വിളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഈ ഒരു ബാല്യകാലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം, ക്ഷേത്ര ജീവിതം, ഗുരുകുല വിദ്യാഭ്യാസം, ഞാൻ പറഞ്ഞ ബ്രാഹ്മണ മഠത്തിൽ വീരണകാവിലെ ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ വളരെയധികം സംഘർഷങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് കുഞ്ഞുനാളിലെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ അത് ശക്തമായി വന്നത് എൻ്റെ 93-94 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അന്നത്തെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കുന്ന കാലം. അപ്പോൾ തന്നെ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രങ്ങളിൽ ഒരു പുരോഹിതനായിട്ട്, പൂജാരിയായിട്ട് പോകുന്നുമുണ്ട്. എങ്കിലും ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും കുറവായിരുന്നു. അപ്പോൾ അന്തരാത്മാവിലെ സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ, സമാധാനം, ഹൃദയത്തിൽ ഉണ്ടാകുന്ന നിറവ്, ശൂന്യത പാടില്ല. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയും. കുഞ്ഞുനാളിലെ വയലും നെല്ലും കൊയ്ത്തും വൈക്കോലും, അന്നത്തെ തൊഴുത്തിൽ നിറയെ പശുക്കളും പാലും, അതുപോലെ മറ്റ് ഫലവൃക്ഷങ്ങളും മഠവും, അതുപോലെ ബന്ധുക്കളും, പ്രത്യേകിച്ച് ഒരു ആൺകുഞ്ഞായി ജനിച്ചത് കൊണ്ട് അതിൻ്റെ വാത്സല്യവും, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങളുടെ സ്നേഹം, പോറ്റി, കൊച്ചുപോറ്റി, തിരുമേനി എന്നൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വളരെയധികം അനുഭവിച്ചെങ്കിലും അതിന് മധ്യത്തിൽ ഹൃദയത്തിൽ വളരെ ശൂന്യതയും ദുഃഖവും ഒക്കെ ഉണ്ടായി. അപ്പൊ അതാണ് ഈ ഗോസ്പലിലേക്ക് വരുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജീവിച്ചു പോരുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. 90കളിലൊക്കെ സാമൂഹ്യ മാറ്റമുണ്ടായി, ആ കാര്യങ്ങളൊക്കെ മാറി വന്നെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ പല വീടുകളൊക്കെയായി, മഠങ്ങളൊക്കെ ആയിട്ട് മാറി താമസിച്ചു. എങ്കിലും ആ ഒരു ബന്ധങ്ങളിലൊക്കെ അതുണ്ടായി. പിന്നെ ഭൂ ഉടമകളായിരുന്നു ഞങ്ങളുടെ മഠക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഭൂമിയെ കരുതിയുള്ള തർക്കങ്ങൾ ബന്ധുമിത്രാദികളുടെ ഇടയിൽ ഉണ്ടായി. അത് എല്ലാ കാലത്തും ഉള്ളതാണ്, എല്ലായിടവും ഉള്ളതാണ്. പക്ഷെ അത് വളരെയധികം ക്രൂഷ്യലായിട്ട് എന്നെ അഫക്റ്റ് ചെയ്തു. അപ്പോൾ വസ്തു തർക്കങ്ങൾ, അത് സമാധാനമില്ലാതാക്കുക, അതൊക്കെ എന്നെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ ഈ ക്ഷേത്ര ജീവിതത്തിൽ അനേക ദൈവങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നെങ്കിലും ആ ഒരു ആരാധനാ രീതികൾ ഒക്കെ എൻ്റെ ഹൃദയത്തിൽ അത്ര എൻ്റെ ശൂന്യത മാറ്റാനും സമാധാനം നൽകുവാനും എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു വലിയ ശൂന്യത ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് 1993 ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു കൂട്ടുകാരൻ എനിക്ക് സുവിശേഷം പറഞ്ഞു തരുവാനിടയായി. അത് ഉച്ചയൂണ് സമയത്ത് അദ്ദേഹം ബെഞ്ചിലും മരത്തണലിലും സ്റ്റേഡിയത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ വന്ന് ചെറിയ 5 മിനിറ്റൊക്കെ
സുവിശേഷങ്ങളിൽ നിന്നുള്ള യേശുവിന്റെ വചനങ്ങളൊക്കെ കോട്ട് ചെയ്ത് ചെറുതായിട്ട് പറഞ്ഞു തരും. അതൊരു 4-5 ദിവസം കേട്ടു. അത് ഹൃദയത്തിൽ വളരെ ആശ്വാസവും സമാധാനവും തന്നു. അപ്പോൾ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്തിന് വളരെ പ്രാധാന്യമുള്ള ഘടകമാണ്. ദൈവത്തിന്റെ വചനം ദൈവമാണ്, അത് ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്, അത് നമ്മെ സന്തോഷിപ്പിക്കുന്നതാണ്, അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നത്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ട് തോന്നി. അന്ന് അമ്മ പൊതിച്ചോറൊക്കെ തന്നു വിടും. പക്ഷേ അത് കഴിച്ചിട്ടിരിക്കുമ്പോൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ഏകദേശം 50 മിനിറ്റ് 1 മണിക്കൂർ ബ്രേക്ക് വീണ്ടും സമയമുണ്ട്. അപ്പോൾ തോന്നുക ഇന്നലെ അദ്ദേഹം പറഞ്ഞ സുവിശേഷം ഇന്നും കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അങ്ങനെ ഊണ് പതുക്കെ അലസമായി വളരെ ഫ്രീ ആയിട്ടിരുന്ന് ഊണ് കഴിച്ചാൽ ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് എടുക്കും. പതുക്കെ പതുക്കെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സുവിശേഷം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അത് 5-10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഊണ് കഴിച്ചിട്ട് അരമണിക്കൂറോളം സുവിശേഷം കേൾക്കാൻ ആ ഉച്ച സമയത്തുള്ള ബ്രേക്കിന് സമയം എടുത്തു. അപ്പോൾ കഴിക്കാൻ സമയം കുറവും സുവിശേഷം സമയം കേൾക്കാൻ സമയം കൂടുതൽ. കാര്യം ഈ ഭൗതിക ആഹാരത്തെക്കാളും സുവിശേഷം കേൾക്കുന്നത് വളരെ ഹൃദയത്തിന് വളരെ സന്തോഷമായി. അങ്ങനെയാണ് സുവിശേഷത്തിന്റെ ഒരു തുടക്കം. പിന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഇത് കൂടുതൽ അറിയാൻ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ അദ്ദേഹം പിന്നെ വന്നപ്പോൾ എനിക്ക് ഗിഡയോൺസിന്റെ ചുവന്ന നിറമുള്ള ഒരു പുതിയ നിയമം തന്നു. അങ്ങനെ ആ പുതിയ നിയമം എനിക്ക് 93-ലാണ് കിട്ടിയത്. അപ്പൊ ഇന്ന് നോക്കുക, 2025 ഏകദേശം 30 വർഷമായി. ആ പുതിയ നിയമം ഞാൻ വായിക്കാൻ തുടങ്ങി. അത് ആ അക്കാദമിക വർഷത്തിൽ മത്തായി മുതൽ വെളിപ്പാട് വരെ ഉള്ള 27 പുസ്തകങ്ങൾ 4 പ്രാവശ്യം മാറി മാറി വായിച്ചു. അങ്ങനെയാണ് ഞാൻ വിശ്വാസത്തിൽ വരാൻ ഒരു കാര്യം. അപ്പോൾ തന്നെ രാവും പകലും ഒക്കെ ഞാൻ ക്ഷേത്രത്തിൽ ഒരു പൂജാരിയായിട്ട് പോകുന്നു. എന്നാൽ ഉച്ചയ്ക്ക് ബൈബിളും വായിക്കുന്നു. എന്നാൽ ഈ ബൈബിൾ വായന അത്യന്തം സന്തോഷം നൽകി, വളരെ സമാധാനം നൽകി. ആ സമയത്ത് കൂട്ടുകുടുംബ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വചനം നൽകുന്ന സന്തോഷവും സമാധാനവും വളരെ ആശ്വാസമായിരുന്നു. പല ക്രൈസിസ് ഘട്ടങ്ങളിൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എന്നാലും പ്രാർത്ഥിച്ചപ്പോൾ ആ സമയത്ത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി. അങ്ങനെ ഈ ബൈബിൾ പുതിയ നിയമ വായനയും യേശുവിനോടുള്ള പ്രാർത്ഥനയും ഈ കൂട്ടുകാരൻ ബൈബിളിലുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് നൽകുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. ഈ ക്രിസ്തുവിന്റെ വചനം കേട്ട് എന്റെ ഹൃദയത്തിൽ വിശ്വാസം ഉരുവാകുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിലർ ചോദിക്കും, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിശ്വാസം വരും? വളരെ സിമ്പിളാണ്. നിങ്ങൾ ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, അത് ആവർത്തിച്ച് കേൾക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ വിശ്വാസം വരും. യേശു പറഞ്ഞതുപോലെ വിശ്വാസത്തിന്റെ നദികൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരും. അങ്ങനെയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ഇതിനെ അനുഭവിച്ചറിയുവാൻ, യേശുവിനെ വിശ്വസിക്കുവാൻ എൻ്റെ ആ 16-17 വയസ്സ് കാലഘട്ടത്തിൽ, 93-94 കാലഘട്ടത്തിൽ ഇടയാകും. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വർഷം ആ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ സംഘർഷമുണ്ട്. എന്നാൽ യേശു ജീവിതത്തിൽ വരുന്നു, യേശുവിന്റെ വചനം കേൾക്കുന്നു എന്നറിയുമ്പോൾ, യേശുവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ അത് വളരെ വളരെ ആഴമായി ജീവിതത്തിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ വിശ്വാസത്തിൽ വരുന്നത് നമ്മുടെ എഫർട്ട് അല്ല, ദൈവം നമ്മെ ആഴമായി സ്വാധീനിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനെ വിശ്വസിക്കാൻ സാധിക്കുന്നത്.
നാം ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുന്നതല്ല, ക്രിസ്തു നമ്മെ തിരഞ്ഞെടുക്കും. ക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പതിച്ച് അത് വിശ്വാസമായി പരിണമിക്കും. അങ്ങനെയാണ് ഞാൻ 94 യേശു കർത്താവിനെ രക്ഷാവായിട്ട് സ്വീകരിക്കുന്നത്. ആദ്യത്തെ ധാരണ യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമെന്നാണ്. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പല മതങ്ങളും സമൂഹവും ഒക്കെ നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. പല മതങ്ങളുണ്ട്, പല മതഗുരുക്കന്മാരുണ്ട്, പല ദൈവങ്ങളുണ്ട്, അതിലൊരാളാണ് യേശു എന്നാണ്. എന്നാൽ 93, 94 തിരുവചന ധ്യാനം യേശുവിനെ ഞാൻ അനുഭവിച്ചപ്പോൾ യേശു ഏക സത്യ ദൈവമാണ്, യേശു എൻ്റെ രക്ഷിതാവാണ്, യേശു ലോകത്തിൽ വന്നത് മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മാനവജാതിയെ മുഴുവൻ വീണ്ടെടുക്കുവാനാണ്. എല്ലാ ഭാഷയിലും, എല്ലാ മതത്തിലും, എല്ലാ രാജ്യത്തിലും, വർണ്ണത്തിലും, വർഗത്തിലും പെട്ട എല്ലാവരെയും ആഗോളമായി യേശു സ്നേഹിക്കുന്നു. യേശു തൻ്റെ ജീവൻ നൽകി നമ്മുടെ ജീവനെ നാശത്തിൽ നിന്നും വീണ്ടെടുക്കും. പാപിയായ വീണുപോയ മനുഷ്യനെ തേടി വന്ന് സ്വർഗം വിട്ട് മനുഷ്യനായി ഭൂമിയിൽ വന്ന് തൻ്റെ ജീവൻ കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപപരിഹാരത്തിനായിട്ട് അർപ്പിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു തന്റെ അവസാന തുള്ളി രക്തം വരെയും നൽകി യേശു നമ്മെ നമ്മുടെ സകല പാപത്തിൽ നിന്നും വീണ്ടെടുക്കും. മനുഷ്യന്റെ വീണ്ടെടുപ്പ് വില വേറെ ആർക്കും കൊടുക്കാൻ സാധിക്കത്തില്ല. എന്നാൽ യേശു തന്റെ ജീവൻ നൽകി നമ്മുടെ വീണ്ടെടുപ്പ് വില നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ച് യേശു നമ്മെ രക്ഷിക്കുന്നു. യേശു നമ്മെ നിത്യജീവൻ നൽകുന്നു. യേശു സ്വർഗരാജ്യത്തിന് നമ്മെ അവകാശികളാക്കി തീർക്കുന്നു. യേശു നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു. യേശു വീണ്ടും ജനിപ്പിച്ച് നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നു. നമ്മളിലുള്ള പാപ സ്വഭാവങ്ങൾ എല്ലാം മാറ്റി മാനസാന്തരപ്പെടുത്തി പുതിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി ദൈവം തീർക്കുന്നു. പിശാചിന്റെ നുഖത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥത്വത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റും. അങ്ങനെയുള്ള ദൈവവചന പ്രകാരമുള്ള ഒരു വലിയ പ്രക്രിയയാണ് നമ്മുടെ മാനസാന്തരം, രക്ഷ എന്നുള്ള അനുഭവത്തിലൂടെ അത് മനസ്സിലാകുന്നു. അത് കേവലം ബൈബിളിൽ വാക്യങ്ങളൊക്കെ വായിച്ച് ചില ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു തിയറി അല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ദൈവവചനത്തിലെ സത്യമാണ്. ഏത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാനും ഈ രക്ഷയുടെ പരിജ്ഞാനത്തിലേക്ക് നടത്തുവാനും നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാനും ലോകതരത്തിൽ സമാധാനമല്ല സ്വർഗീയ സമാധാനം നൽകി നമ്മുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും നിരാശയാണെങ്കിലും വീണ്ടെടുക്കുവാനും യേശുവിന് സാധിക്കും. അങ്ങനെ ആ യേശുവിൻ്റെ സുവിശേഷം, ജീവനുള്ള സുവിശേഷം ജീവിതത്തെ മാറ്റിമറിച്ചു. അത് ബഹുദൈവ ആരാധനയെക്കാളും ലോകത്തിൽ ഞാൻ കേട്ട പുരാണ ഇതിഹാസ കഥകളെക്കാളും മറ്റ് പല സിദ്ധാന്തങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠമായ ജീവിതത്തിലെ അനുഭവമായിട്ട് എനിക്ക് മനസ്സിലായി. യേശു ജീവനുള്ള ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്നവനാണ്, എന്നെ സഹായിക്കുന്നവനാണ് എന്നുള്ള വലിയ നിത്യജീവൻ ഉടമയാക്കി തീർക്കുന്ന സുവിശേഷം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 93, 94 അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു. ഞാനിത് ഒത്തിരി സ്ട്രെസ് ചെയ്ത് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമായിട്ട് ഈ രക്ഷയുടെ അനുഭവത്തെ ഞാൻ മനസ്സിലാക്കും. അത് എൻ്റെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമായിട്ട് ദൈവം എന്നെ സ്നേഹിച്ച് നൽകിയതാണ്. ഇത് എല്ലാ മനുഷ്യർക്കും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് ഒരു മനുഷ്യനുള്ള പ്രിവിലേജ് അല്ല, എല്ലാ മനുഷ്യർക്കും. ദൈവം സുബ്രഹ്മണ്യത്തെ സ്നേഹിച്ചു, അതുപോലെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. 94 രക്ഷിക്കപ്പെടുവാൻ, യേശുവിനെ രക്ഷിതാവായിട്ടും കർത്താവുമായിട്ടും സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യം ദൈവം എൻ്റെ കോളേജ് ജീവിത പശ്ചാത്തലത്തിൽ നൽകി. സ്വാഭാവികമായിട്ടും ഈ സുവിശേഷം
ആൾക്കാര് അതിനെ, ലോകം എപ്പോഴും ദൈവം പറയുന്ന ലോകം നിങ്ങൾക്ക് എതിരാകുന്നു. യേശുവിനെ സ്വീകരിക്കുന്നത് ലോകത്തെമ്പാടും എപ്പോഴും എതിർക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് നാം കാണുന്നു. അങ്ങനെ യേശുവിനെ സ്വീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ നിന്നും അന്നത്തെ സമൂഹത്തിൽ നിന്നൊക്കെ എതിർപ്പുണ്ടായി. കാര്യം യേശുവിനെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള ഒരു വലിയ കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. ഒരു കുറ്റകരമായ കാര്യം പോലെ പലപ്പോഴും പലരും അതിനെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിലെ അനുഭവമാണ്. വീട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, യേശു വിദേശ ദൈവമാണ്, ഈ ബൈബിളൊക്കെ ഉപേക്ഷിക്കണം, യേശുവിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ഒരു വർഷം മാത്രമേ ബൈബിള് വായിച്ചു യേശുവിനെ കേട്ടുള്ള അനുഭവം ഉള്ളെങ്കിലും ആ ഒരു വർഷം ഞാൻ അനുഭവിച്ച സന്തോഷം വളരെ വളരെ അധികമായിരുന്നു. അപ്പൊ യേശുവിനെ വിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. യേശുവിന്റെ സ്നേഹം അത്ര മാസ്മരികമാണ്, വളരെ ശക്തമാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ യേശു ദൈവമാണ്, യേശു രക്ഷിതാവാണ്, യേശു എന്നോട് സംസാരിക്കുന്നവനാണ്, ജീവനുള്ളവനാണ് എന്നുള്ള ബോധ്യം, ഒരു ദൈവ പൈതലായി എന്നുള്ള ബോധ്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാന് പഴയ ജീവിതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ ഒരു കർത്താവിൻ്റെ പൈതലായിട്ട് ഒരു പുതിയ ജീവിതത്തിനുടമയായിട്ട് ജീവിതം തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അത് മുഖാന്തരം അന്നത്തെ സമൂഹവും കുടുംബവും ഒക്കെ വളരെ എതിർപ്പുകൾ എനിക്ക് നേരിടേണ്ടി വന്നു. ഞാൻ ആ പശ്ചാത്തലം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അത് ഞാൻ രണ്ടാമത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ 94 യേശുവിനെ സ്വീകരിച്ചത് മുഖാന്തരം അന്നത്തെ അനേക സംഘർഷങ്ങൾ അത് മുഖാന്തരം ഉണ്ടായതുകൊണ്ട് എൻ്റെ പ്രീ ഡിഗ്രി പഠനം പോലും പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചു. ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്നത് 25 രൂപയും ഒരു ജോഡി ഡ്രസ്സുമാണ്. അങ്ങനെയാണ് ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ആദ്യത്തെ 4 ദിവസം ഞാൻ കിടന്നത് ഒരു സ്കൂളിന്റെ ബെഞ്ചിലാണ്. വീരണകാവിൽ നിന്നും ബസ്സിൽ യാത്ര ചെയ്ത് ബാലരാമപുരത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അവിടെ അന്തി ഉറങ്ങി. അങ്ങനെയായി 4 ദിവസം കഴിഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. എവിടെ പോകുമെന്നും എങ്ങോട്ട് പോകുമെന്നും ഭാവി എന്തായി തീരുമെന്നും ഒന്നും അന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയുള്ള വളരെ പ്രതിസന്ധികളിലൂടെയാണ് ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. ഒത്തിരി ശാപവാക്കുകൾ കേട്ടു. നീ തകർന്നു പോകും, നിന്റെ ജീവിതം രക്ഷപ്പെടത്തില്ല, അനാഥമായി പോകും എന്നൊക്കെയുള്ള വാക്കുകൾ ബന്ധുക്കളിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നൊക്കെ കേട്ടു. യേശുവിനെ സ്വീകരിപ്പാനും അനുഗമിപ്പാനും ലോകപരമായിട്ട് ഒരാൾ പോലും അനുകൂലമല്ലായിരുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരെപ്പോഴും ഓർക്കുക, എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് എല്ലാവരെ സമ്മതിപ്പിച്ചിട്ട് നമുക്ക് യേശുവിനെ സ്വീകരിപ്പാൻ ഒരിക്കലും സാധ്യമല്ല. നാം യേശുവിനെ സ്വീകരിക്കുക, യേശു വിളിക്കുമ്പോൾ യേശുവിന്റെ വിളി കേൾക്കുക. യേശു ശിഷ്യന്മാരെ വിളിച്ച് തന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ പോയതുപോലെ യേശുവിന്റെ ക്രൂശ് എടുത്ത് യേശുവിന്റെ പുറകെ പോവുക. ലോകത്തെ ത്യജിക്കുക. നമ്മുടെ വീടും പശ്ചാത്തലവും കുടുംബവും ബന്ധുക്കളും ഒക്കെ നൽകുന്ന സുരക്ഷിതത്വം പലപ്പോഴും ഒഴിവാക്കിയാൽ മാത്രമേ യേശുവിന്റെ ഒരു ശിഷ്യനായിട്ട് ഒരു ശിഷ്യയായിട്ട് തീരാൻ സാധ്യമാകൂ. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചു.
യേശുവിനെയും ബൈബിളിനെയും ഉപേക്ഷിച്ച്, എന്റെ ബന്ധുക്കളൊക്കെ പറഞ്ഞു ഉപേക്ഷിച്ച് പഴയതുപോലെ ഭവനത്തിൽ ഒരംഗമായി കഴിയാൻ. എന്നാൽ അതിന് തയ്യാറാകാതെ യേശുവിനെ പിൻഗമിച്ച് മുന്നോട്ട് പോയപ്പോൾ ബാക്കിയുള്ളവരെല്ലാം എതിരായി തീർന്നു. അപ്പോ യേശു ഞാനുമായിട്ടുള്ള ഒരു യാത്ര, അത് വിശ്വാസ യാത്രയാണ്. ആ യാത്ര ആൾക്കാർ പറഞ്ഞു, ഒരു ടീനേജറായിട്ട് നീ എടുത്ത 16-17 വയസ്സിലെ തീരുമാനം അത് നിലനിൽക്കത്തില്ല, അത് യൗവനത്തിലെ ചാബല്യമാണ്, പക്വതയില്ലായ്മയാണ്, എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്, അത് നിലനിൽക്കത്തില്ല. പക്ഷെ എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളാണ് യേശു. പക്ഷേ യേശുവിലുള്ള വിശ്വാസം, യേശു എന്നോട് സംസാരിച്ചത്, യേശുവിന്റെ വചനങ്ങൾ എന്നെ ഉള്ളിൽ തന്ന വിശ്വാസം, ബലം, ആ കാണാത്ത ദൈവത്തെ, യേശുവിനെ അനുഗമിപ്പാൻ, യേശുവിലൂടെ അനുഭവിച്ച ആ ദൈവസ്നേഹം, അതിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഇപ്പോൾ 33 വർഷമായി ഈ വിശ്വാസത്തിൽ തുടരുവാൻ ദൈവം അനുവദിക്കുന്നു. യേശുവിനെ സ്വീകരിച്ച് ഭവനത്തിൽ നിന്ന് പുറത്തായി ഈ ഒരു 3 പതിറ്റാണ്ടുകൾ ഒറ്റയ്ക്കുള്ള യാത്രയല്ല, യേശുവുമായി കൂടെ ഉള്ള യാത്രയാണ്. ആ യാത്ര ദൈവത്തിന്റെ സ്നേഹത്താൽ, ദൈവത്തിന്റെ കൃപയാൽ പരിപാലിക്കപ്പെടുന്നതാണ്. ആ ദൈവം നമ്മെ നടത്തുന്നതാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ കഴിഞ്ഞ 33 വർഷങ്ങൾ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ മാലിന്യാപുരത്ത് 4 ദിവസത്തെ സ്കൂളിലെ ആ ഒരു മാസം കഴിഞ്ഞ് പിന്നെ വന്നത് കൊല്ലത്താണ്. അന്ന് വന്ന് അവിടെ ചാത്തന്നൂരിനടുത്ത് പാസ്റ്റർ മാധവൻകുട്ടി എന്നൊരു പാസ്റ്റർ, ഒരു സ്വതന്ത്ര പെന്തക്കോസ്ത് സഭ നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിലും സഭയിലും എന്നെ സ്വീകരിക്കുകയും അവിടെ സ്നാനപ്പെടുവാനും സഭാജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചും ഉള്ള വളരെ പ്രാഥമിക പാഠങ്ങൾ, വിശ്വാസ പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുവാനും ഇടയാക്കി. അന്നത്തൊക്കെ സഭയിൽ നല്ല പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനയുണ്ട്. മാസം തോറും 3 ദിവസം മുടങ്ങാതെയുള്ള ഉപവാസ പ്രാർത്ഥന. അതുപോലെ എല്ലാ ആഴ്ചയും പരസ്യവും, മിക്കവാറും എല്ലാ ദിവസവും ഭവന സന്ദർശനം നടത്തി ട്രാക്റ്റുകൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ ദിവസം തോറും രാവിലെ 5 മണിക്ക് പെന്തക്കോസ്ത് ഫെയ്ത്ത് ഹോമിൽ പ്രാർത്ഥനയുണ്ട്. തമ്പേറടിച്ച് ഉള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഫ്രീ ആയിട്ടുള്ള എല്ലാ സമയത്തും ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, എപ്പോഴും ആത്മീയ കാര്യങ്ങൾ ചിന്തിക്കുക. അങ്ങനെയൊക്കെയുള്ള വിശ്വാസത്തിന്റെ നല്ല നാളുകളായിരുന്നു അവിടെ കിട്ടിയത്. അപ്പോൾ അവിടെയുള്ള ദൈവമക്കളും ദൈവദാസനും കുടുംബവും ഒക്കെ വളരെ സ്നേഹത്തോടെ എന്നെ ടേക്ക് കെയർ ചെയ്തു. പ്രത്യേകിച്ച് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, ഭവനത്തിൽ നിന്ന് പുറത്തായി, ഏകനായി വിശ്വാസത്തിൽ വന്ന ആളാണ്. അങ്ങനെയുള്ള സ്നേഹ കാര്യങ്ങളൊക്കെ നൽകി ആ അന്നത്തെ വിശ്വാസ സമൂഹം എന്നെ ചേർത്ത് നിർത്തി, അവരുടെ സ്നേഹം നൽകി. അവിടെ ആ ഒരു പ്രാർത്ഥനയിലും സുവിശേഷ വേലയിലുള്ള പരിശീലനം, ശിഷ്യത്വം, ഇതൊക്കെ എൻ്റെ വിശ്വാസത്തിന്റെ അടുത്ത പടിയിൽ വരുവാനുള്ള വളരെ മുതൽക്കൂട്ടായി. പക്ഷെ അന്ന് എനിക്ക് ബൈബിൾ അറിയത്തില്ല. ഞാൻ സൺഡേ സ്കൂളും EBS ഒന്നും പഠിച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും യേശുവിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ മഠത്തിൽ ഞാൻ ബൈബിൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ല. ആ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ, സെക്കുലർ വിദ്യാഭ്യാസത്തിന് പോണോ, വീട്ടിലേക്ക് മടങ്ങി പോകാൻ സാധ്യമല്ല, വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു കാര്യം, ദൈവവേല ചെയ്യണം, ദൈവരാജ്യത്തിന്റെ ഒരു ശുശ്രൂഷകനായി മാറണം എന്നുള്ളതാണ്. അപ്പോൾ അതിന്
അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല. പെന്തക്കോസ്ത് വിശ്വാസ ജീവിത മാർഗമൊക്കെ കുറച്ചുകൂടെ കഷ്ടതയുള്ള കാലമാണ്. ഇത്രയും പണമൊന്നും ആരുടെ കയ്യിലില്ല. പാർസനേജുകളൊക്കെ ചെറുതാണ്, സഭാ കോഡുകൾ ചെറുതാണ്. 30 വർഷത്തിന് മുമ്പ് കൺവെൻഷനൊന്നും ഇതുപോലെയുള്ള പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത്ര വലിയ ടെക്നോളജി ഇല്ല. ദൈവദാസന്മാർക്ക് ഒത്തിരി ദാരിദ്ര്യത്തിലും പ്രയാസത്തിലൊക്കെയാണ് കഴിയുന്നത്. സൈക്കിളിലും മോട്ടോർ ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന കാലം. കാറുകളൊന്നും എല്ലാവർക്കും ഇല്ല, സ്ഥിര വരുമാനമില്ല. അങ്ങനെയൊക്കെയുള്ള പ്രയാസമുള്ള കാലത്തും ഈ 30 വർഷം മുമ്പ് അന്നത്തെ പെന്തക്കോസ്ത് സഭ തന്ന ദർശനം എന്നുള്ളത് കർത്താവ് വരാറായി, കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേല ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ ലോകത്തിലെ എന്തെങ്കിലും നേടണമെന്നല്ല, എല്ലാം ത്യജിച്ചും കർത്താവിന്റെ വേല ചെയ്യണം, വിശ്വാസം അത് മറ്റുള്ളവരോട് പറയണമെന്നുള്ള വളരെ തീവ്രമായ, വളരെ ശക്തിയുള്ള ഒരു വിശ്വാസം, ദൈവവേല ചെയ്യണമെന്നുള്ളതിന് വളരെ പ്രോത്സാഹനം ഒക്കെ നൽകിയ ഒരു വിശ്വാസ സമൂഹമാണ് 30 കൊല്ലത്ത് മുമ്പോട്ടായി. അത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം, 30 കൊല്ലം കഴിയുമ്പോൾ പെന്തക്കോസ്ത് ചർച്ചിന്റെ വിശ്വാസത്തിന്റെ ആ ഊന്നലിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ ചുറ്റുപാടിലെ പെന്തക്കോസ്ത് സഭകൾ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു ദർശനം, എന്ത് ത്യാഗം സഹിച്ചു, ലോകത്തിലെ സുരക്ഷിതത്വം, മാസം എത്ര രൂപ കിട്ടും എന്നുള്ള സേഫ്റ്റി, ഇതൊന്നും നോക്കാതെ, ഭാവി നോക്കാതെ സുവിശേഷ വേല ചെയ്യണം, ബ്ലൈൻഡായിട്ട് യേശുവിനെ വിശ്വസിക്കണം. അങ്ങനെയുള്ള വലിയൊരു വിശ്വാസം അന്നത്തെ വിശ്വാസ സമൂഹ സഭയൊക്കെ എനിക്ക് പകർന്നു. അങ്ങനെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, വചനം പഠിക്കുവാൻ കടന്നുപോയി. എറണാകുളം പുത്തൻകുരിശിൽ എൻ്റെ വചന പഠനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് അത് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി, പായിപ്പാട്, പിന്നെ കോട്ടയം, പിന്നെ അത് ആംസ്റ്റർഡാം, യൂറോപ്പിലെ ആംസ്റ്റർഡാം, പിന്നെ US കാലിഫോർണിയ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ പഠിക്കുവാൻ ദൈവം അവസരം. ദൈവവചനം പഠിക്കുവാനുള്ള വലിയ ദാഹം ഹൃദയത്തിൽ നൽകി. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ വായിക്കുവാൻ ദൈവം കൃപ നൽകി. ബൈബിളിന്റെ 66 പുസ്തകത്തിന്റെ പേര് പോലും അറിയത്തില്ലായിരുന്നു. എന്നാൽ ബൈബിൾ എഴുതിയ ഭാഷയായ ഹീബ്രു, എബ്രായ ഭാഷ, ഗ്രീക്ക്, യവനായ ഭാഷ, അതൊക്കെ പഠിക്കുവാൻ ദൈവം കൃപ നൽകി. അനേക അധ്യാപകരെ ദൈവം നൽകി. നല്ല സെമിനാരുകളിൽ നല്ല കൂട്ടുകാരെ ദൈവം നൽകി. നല്ല പുസ്തകങ്ങൾ നൽകി. നല്ല ശിക്ഷണം നൽകി. അങ്ങനെ 100 കണക്കിന് ഗുരുക്കന്മാരുടെ കീഴിൽ പല സ്ഥലങ്ങളായി 10-15 വർഷം ദീർഘമായ പഠനവും അടിസ്ഥാന പഠനവും ഗവേഷണ പഠനവും ഒക്കെ നടത്തുവാൻ ദൈവം കൃപ നൽകി. ദൈവവചനത്തിൽ വായിക്കുന്നത് യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. അങ്ങനെ ഈ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുവാനും ബൈബിളിലെ മൂലഭാഷകൾ പഠിക്കുവാനും സംസ്കൃതം പഠിക്കുവാനും പിന്നെ സെമിനാരി പഠന കാലയളവിൽ തന്നെ ഇന്ത്യയിലെ 10-17 സംസ്ഥാനങ്ങളിൽ പോയി അവിടെ ഹിന്ദി മിഷണറിയായിട്ട് പ്രവർത്തിച്ചു. ഹിന്ദി ഭാഷ അല്പം പഠിക്കുവാനും ഒക്കെ ദൈവം ഭാഗ്യം. ലക്ഷക്കണക്കിന് പേരോട് എൻ്റെ സാക്ഷ്യവും അനുഭവം പറയുവാൻ ഈ 3 പതിറ്റാണ്ടിലേറെയായിട്ട് ദൈവം അവസരം നൽകി. അങ്ങനെ ദൈവവചന പഠനത്തിന് കടന്നുപോയത് ദൈവത്തിന്റെ ഒരു നിശ്ചയമായിരുന്നു, നിയോഗമായിരുന്നു. ദൈവവിളി കേട്ടത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരിക്കലും തിരിഞ്ഞു നോക്കുവാൻ എടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഒരിക്കലും തോന്നാതെ ഇത്രത്തോളം ദൈവം പരിപാലിച്ചു. 3 ബാച്ചിലർ ഡിഗ്രി, 2 മാസ്റ്റേഴ്സ് ഡിഗ്രി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയത്ത് നിന്ന് സെക്കുലർ PhD, ഇതൊക്കെ പൂർത്തീകരിപ്പാൻ ദൈവശാസ്ത്രത്തിലും അല്ലാത്ത
സെക്കുലർ യൂണിവേഴ്സിറ്റികളിലൊക്കെ പൂർത്തീകരിക്കാൻ പഠിക്കുവാനൊക്കെ ദൈവം കൃപ നൽകി. യൂറോപ്പിലും US-ലും സ്കോളർഷിപ്പോടുകൂടെ പോയി പഠിക്കുവാൻ ദൈവം കൃപ നൽകി. അങ്ങനെ 13-15 വർഷങ്ങൾ പല സ്ഥലങ്ങളിൽ പഠിക്കുവാൻ, ദൈവവചനം അനേക പണ്ഡിതന്മാരെന്ന് പഠിക്കുവാൻ, വചനം പഠിച്ച് നിശ്ചയം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നടത്തി. ആ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ വിശ്വസ്തത ഈ പഠനകാലത്തിലൊക്കെ അനുഭവിക്കാൻ ദൈവടിയാണ്. അതോടൊപ്പം തന്നെ പഠന കാലയളവിൽ തന്നെ ഇന്ത്യയിലെ 10-17 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുവാൻ, പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. ആദ്യം ഞാൻ യാത്ര ചെയ്ത് 1997 ഹിമസാഗർ എക്സ്പ്രസിൽ കാശ്മീരിലേക്ക്. കാശ്മീര്, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹിമാചൽ, ഹരിയാന അങ്ങനെയൊക്കെയുള്ള അനേക സംസ്ഥാനങ്ങളിൽ പോകുക. അത് കഴിഞ്ഞ് ഒറീസയിൽ പോകുക, ആന്ധ്രാപ്രദേശിൽ പോകുക, ഛത്തീസ്ഗഡിൽ പോകുക, ഗുജറാത്തിൽ പോകുക, മഹാരാഷ്ട്രയിൽ പോകുക, അങ്ങനെയൊക്കെ ബംഗാളിൽ പോകുക, ദൈവത്തിന് സ്തോത്രം, ഉത്തരാഖണ്ഡിൽ പോകുക, രാജസ്ഥാനിൽ പോകുക ഒക്കെ ദൈവം അനേക അവസരങ്ങൾ നൽകി. ഹരിയാനയിൽ മിഷണറിയായിട്ട് കുറച്ചു കാലം പ്രവർത്തിപ്പാൻ, ഹിന്ദിക്കാരുമായിട്ട് ഇടപെടുക, സിഖുകാരുമായിട്ട് ഇടപെടുക, ഗോത്രവർഗക്കാരുമായി ഇടപെടുക ഒക്കെ ദൈവം അനേക അവസരങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ മനസ്സിലാക്കുവാൻ, നേരിട്ട് മനസ്സിലാക്കുവാൻ, അനേക സഭകൾ സന്ദർശിക്കുവാൻ, അനേക പട്ടണങ്ങൾ ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ, ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ദൈവം കൃപ നൽകി. നാം സുവിശേഷ വേലയിൽ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നിലവിലെ രാജ്യം. സുവിശേഷം ഏറ്റവും കൂടുതൽ അറിയാനുള്ള സ്ഥലവും നമ്മുടേതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് സുവിശേഷം അറിയിപ്പാനായിട്ട് ആണ് ദൈവം ഈ ലോകത്തിൽ, ഈ രാജ്യത്ത് ദൈവം നമ്മെ വച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നാളും ഈ നല്ല കർത്താവിന്റെ വചനം ലോകത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കർഷകത്തെ ആത്മഹത്യ ചെയ്യുന്നവര്, തൊഴിലില്ലായ്മ, ജാതി ചിന്ത, സ്ത്രീ വിവേചനം, ദാരിദ്ര്യം, ചേരി നിവാസികൾ, അടിപിടി അക്രമങ്ങൾ, വർഗീയ ലഹളകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്, അങ്ങനെയൊക്കെ തകർന്ന കുടുംബങ്ങൾ, പാലായനം ചെയ്യുന്ന ആൾക്കാര്, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്തവർ, ഒത്തിരി ദരിദ്രർ, വിദ്യാവിഹീനർ, അന്ധവിശ്വാസങ്ങളും ഭൂതപ്രേതങ്ങളെയും ഒക്കെ ആചരിക്കുന്നവർ, വളരെ വെറുപ്പുള്ള അനാചാരങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും വിശ്വസിക്കുന്ന ഇരുട്ടിൽ കിടക്കുന്ന ജനങ്ങൾ, ഇതൊക്കെ ഉള്ളതാണ് ഇന്നും ഭാരതം. അപ്പോൾ ആ ഭാരതത്തെ മോചിപ്പിക്കുവാൻ, സുവിശേഷത്തിന്, ഇരുട് നിറഞ്ഞ ഭാരതത്തെ പ്രകാശിതപൂരിതമാക്കുവാൻ യേശുവിന്റെ സുവിശേഷത്തിന് കഴിയുമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എപ്പോഴും ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്യുവാനും, മീറ്റിങ്ങൊക്കെ പോയി പ്രസംഗിക്കുവാനും, അനേക സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കുവാനും, മിഷൻ ഫീൽഡുകൾ സന്ദർശനം നടത്തുവാനും, സുവിശേഷം പറയുവാനും ഒക്കെ ഒരു വലിയ നിയോഗം, ഒരു വലിയ ഉൾക്കാഴ്ച, ഒരു ഉത്സാഹം, ഒരിക്കലും അടുക്കാത്ത ഒരു വലിയ ബലം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ഇത്രയും കാലം അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി. അതാണ് എൻ്റെ പഠനകാലത്തെക്കുറിച്ച്, അതുപോലെ എൻ്റെ സുവിശേഷ മിഷൻ ഫീൽഡിലെ സന്ദർശനത്തെ കുറിച്ച് പറയാനുണ്ട്. എനിക്ക് ഡോക്ടറേറ്റ് PhD കിട്ടിയത് 2016 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡോക്ടർ PT സുബ്രഹ്മണ്യമാണ്. അന്ന് ആൾക്കാർ എന്നോട് വന്ന് തോളി തട്ടിട്ട് പറഞ്ഞു, ദിസ് ഈസ് എ ഗ്രേറ്റ് ഡേ, ഇത് നിന്റെ ജീവിതത്തിലെ വലിയ ദിവസമാണ്, നിനക്ക് PhD കിട്ടി, ഡോക്ടറേറ്റ് ഒക്കെ ആയി. അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ലോകത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിച്ചു.
പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ദിവസത്തെക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, എന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു, ഈ ഡോക്ടറേറ്റ് കിട്ടിയ ദിവസമല്ല, എന്റെ ഹൃദയത്തിൽ യേശു വന്ന ദിവസം, ഞാൻ വീണ്ടും ജനിച്ച ദിവസമാണ്. ആ യേശു ഹൃദയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഡോക്ടറേറ്റ് എടുക്കുന്ന ദിവസം എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ സർവ നന്മകളുടെയും സർവ ഉയർച്ചയുടെയും സർവമാനത്തിന്റെയും ഉറവിടം എവിടെയെന്ന് ചോദിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതാണ്. The real blessing starts when Jesus comes into our life. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട് ഒരു വീണ്ടും ജനിക്കപ്പെട്ട സ്വർഗത്തിലെ പൗരനായി മാറുമ്പോഴാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം പോലും ഏറ്റവും അനുഗ്രഹമായിട്ട് അർത്ഥപൂർണമായി തീരുന്നത്. അപ്പോഴും കാര്യം യേശുവിനെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പഴയ ആചാരങ്ങളിലൊക്കെ ആയി ഇപ്പോഴും വർണ്ണവ്യവസ്ഥയിലൊക്കെ വിശ്വസിച്ച് ഒരു ബ്രാഹ്മണ പുരോഹിതനായി ആ കാര്യങ്ങളിലൊക്കെ ഏതോ മഠത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ യേശു എനിക്ക് പ്രകാശം നൽകി വിളിച്ച് കൊണ്ടുവന്ന് ലോകത്തിലെ ഏത് മനുഷ്യരോട് സഹകരിപ്പാനും സ്നേഹിപ്പാനും യാത്ര ചെയ്യുവാനും ദൈവവചനം പറയുവാനും ഒക്കെ തന്ന ഉൾക്കാഴ്ചയും എനിക്ക് നൽകിയ വിശാലതയും എല്ലാം എനിക്ക് ലഭിച്ചത് യേശുവിന്റെ സുവിശേഷത്തിൽ. അതുകൊണ്ട് സുവിശേഷത്തോട് ഞാൻ ഓരോ നിമിഷവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദാനമായ ദൈവത്തെ തന്ന ദൈവത്തോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും. എന്നെ ദൈവം ഇത്രയും വിദ്യാഭ്യാസം നൽകി. അത് കഴിഞ്ഞ് എൻ്റെ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടും ജീവിതത്തിന്റെ നല്ലൊരു സമയം ചെലവഴിച്ചിട്ടുള്ള അധ്യാപകനായിട്ട്. IPCയുടെ മുൻ പ്രസിഡന്റായിരുന്ന പാസ്റ്റർ TS അബ്രഹാം ഞാൻ എൻ്റെ MTH എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് നിന്ന് എന്നെ ക്ഷണിക്കുകയും അങ്ങനെ ഞാൻ കുമ്പനാട് ഹെബ്രോനിൽ ഒരു അധ്യാപകനായിട്ട് 2007 ജോയിൻ ചെയ്തു. അവിടെ 10-15 വർഷം പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. അവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ രാജസ്ഥാനിലെ ഉദയ്പൂരം, ഡെറാഡൂണിലും ഛത്തീസ്ഗഡിലും ബോംബെയിലും കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും ഒക്കെ ദൈവവചനം അനേകരെ പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ഏകദേശം 2000 പേരെ കഴിഞ്ഞ 17 വർഷങ്ങൾ കൊണ്ട് പഠിപ്പിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് അനേകരും അവര് കർത്താവിന്റെ വേല ചെയ്യും. നല്ല പാസ്റ്റർമാരായിരിക്കും, നല്ല മിഷണറിമാരായിരിക്കും, നല്ല അധ്യാപകരായിരിക്കും. അനേകർ ഇന്ത്യയുടെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ പഠിക്കുകയും അവിടെ ശുശ്രൂഷ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ ശിഷ്യ വൃന്ദത്തെ ദൈവം ഈ നാളുകളായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ സുവിശേഷ വേലയ്ക്ക് ആഗ്രഹിച്ചു വരുന്നവരെ ബൈബിൾ കോളേജുകളിൽ, സെമിനാറുകളിൽ കൃത്യമായ പാഠ്യക്രമീകരണത്തോടെ ചിട്ടയോടെ അവരെ പഠിപ്പിക്കുവാൻ, പല സ്ഥലങ്ങളിൽ പഠിപ്പിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതും എൻ്റെ ജീവിതത്തിലെ വളരെ നല്ലൊരു ശുശ്രൂഷയായിട്ട് അധ്യാപന ശുശ്രൂഷയെ മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിനുമൊക്കെ അവസരം തന്ന ബൈബിൾ കോളേജിലെ അധികാരികളോടും സർവ്വത്തിന് കാരണഭൂതനായ ദൈവത്തോടും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോടും എൻ്റെ സഹ അധ്യാപകരായിരുന്നവരോടൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ദൈവത്തിന്റെ വചനം പഠിക്കണം. നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒരു പ്രധാന ഘടകം, ഒത്തിരി ശുശ്രൂഷകന്മാര് ദൈവവചനം പഠിക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് വചനത്തിൽ നിശ്ചയമില്ലാത്തവരും ഉപദേശത്തിൽ തെറ്റിപ്പോകുന്നവരും തെറ്റായ ഉപദേശങ്ങൾക്ക് അടിമപ്പെടുന്നവരും ഒക്കെയായിട്ടുള്ള ഒരു വഴിപിഴച്ച ശുശ്രൂഷകൾ നമുക്ക് ക്രിസ്തീയ ലോകത്തിൽ കാണാം. അപ്പോൾ വചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ദൈവത്തോടുള്ള ഭക്തിയോടും സമർപ്പണത്തോടും ഒക്കെ
നമ്മുടെ ഗുരുജനങ്ങളോടൊക്കെ ആദരവോടുകൂടെയൊക്കെ ചെയ്യുന്ന ഒരു സുവിശേഷ വേലയിലാണ് ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത്. ആ ഒരു പാതയാണ് എന്നെ ഇത്രയും നാളും ദൈവം എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ അധ്യാപന ശുശ്രൂഷയിൽ കഴിഞ്ഞ 17 വർഷമായിട്ട് ഇടപെടുവാൻ ദൈവം സഹായിക്കുന്നു. അധ്യാപകനായി കുമ്പനാട് ഒക്കെ പഠിപ്പിക്കുവാൻ പോയതിനു ശേഷമാണ് എൻ്റെ വിവാഹം നടക്കുവാനും കഴിഞ്ഞ 16 വർഷത്തിലേറെയായിട്ട് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം ഇടയാക്കി തീർക്കുന്നു. അങ്ങനെ 33ഓളം വർഷങ്ങൾ ദൈവത്തിൻ്റെ യേശുവിൻ്റെ വിളി കേട്ട് പഴയ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ പുതിയ സൃഷ്ടിയായി 93, 94 കേട്ട സുവിശേഷ മുഖാന്തരമായി തീരുവാനും അത് കഴിഞ്ഞ് ഈ 2025 ഇന്നേ ദിനത്തോളം ഈ സമയം വരെ യേശുവിൻ്റെ പരിപാലനം അനുഭവിപ്പാനും ദൈവം ഇടയാക്കി തീർന്നു. എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയുവാനുള്ളത്, അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു, കുടുംബക്കാർ ഉപേക്ഷിച്ചു, ഏകനായിട്ട് ഇറങ്ങി തിരിച്ചു, ഒത്തിരി ശാപവാക്കുകൾ കേട്ടു, യേശുവിനോട് ചേർന്ന് പോകുവാനുള്ള തീരുമാനത്തെ ആരും അനുകൂലിച്ചില്ല. എങ്കിലും കഴിഞ്ഞ 33 വർഷവും അതിശയകരമായി എന്നെ നടത്തിയ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, ഒരു കരമുണ്ട്. അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ വിശ്വാസത്തിനുണ്ടാകാം. എന്നാൽ എപ്പോഴും നമ്മെ പരിപാലിക്കുന്ന, വിശ്വാസത്തിൽ നടത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഒരു ജീവനുള്ള ദൈവം വേദപുസ്തകത്തിലുണ്ട്. ആ ദൈവം യേശുവാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ സ്നേഹിച്ച പിതാവായ ദൈവം, നമ്മെ വേണ്ടെടുത്ത യേശു, രക്ഷകനായ യേശു, നമ്മുടെ കാര്യസ്ഥനായി നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, ഈ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിപാലനവും ആലോചന പ്രകാരവുമാണ് ഏതൊരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതും ദൈവസഭയുടെ ഭാഗമായി മാറ്റപ്പെടുന്നതും ദൈവം കൊടുത്ത ശുശ്രൂഷകൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാൻ ഇത്രയും നാള് ദൈവം എനിക്ക് കൃപ നൽകി. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ നേരിട്ട എൻ്റെ കേൾവിക്കാരുടെ പ്രയോജനത്തിനായിട്ട് 2-3 വെല്ലുവിളികളും ചലഞ്ചസും ഒക്കെ കൂടെ പങ്കുവച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയെ പരിചയപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോൾ അനുഭവിച്ച ഒരു പ്രധാന പ്രതിസന്ധി എങ്ങോട്ട് പോകും, എവിടെ കിടക്കും, ആര് നോക്കും എന്നുള്ളതായി. 94 വരെ എൻ്റെ മഠവും അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് 27 സങ്കീർത്തനം 10 പറയുന്നത് പോലെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. വീട് വിടുമ്പോൾ, ബന്ധുക്കൾ വിടുമ്പോൾ, ചാർച്ചക്കാർ വിടുമ്പോൾ, യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീയുമായിട്ട് ബന്ധമില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ, എല്ലാവരും ആ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിത്തീരും, എങ്ങോട്ട് പോകും എന്നുള്ള വലിയ ആകുല ചിന്ത നമുക്കുണ്ട്. യേശു അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഏറ്റവും വലിയ വിഷയം ജീവിതമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള ആകുല ചിന്തയാണ്. ജീവിതം ജീവിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത, അനാവശ്യമായ ചിന്ത നമ്മുടെ ജീവിതത്തെ പ്രയാസകരമാക്കി തീർക്കും. യേശു നമ്മോട് പറയുന്നത് ജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഓവർ വറീഡ് ആകുവാനല്ല, പകരം ദൈവത്തിൽ ആശ്രയിക്കുവാൻ. പക്ഷേ എവിടെ താമസിക്കും, എങ്ങോട്ട് പോകും എന്നൊക്കെ ഉള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ 33 വർഷവും ദൈവം എന്നെ നടത്തി. ഞാൻ ദൈവമക്കളൊക്കെ എനിക്ക് പല സ്ഥലങ്ങളിൽ താമസിപ്പാനൊക്കെ തക്ക സമയത്ത് ദൈവം അവരിലൂടെയൊക്കെ അവസരങ്ങൾ ഒരുക്കി. പല ഭവനങ്ങളിൽ ഞാൻ നിന്നിട്ടുണ്ട്. ബൈബിൾ കോളേജുകളിൽ അനേക സമയം ചെലവഴിച്ച് ജീവിച്ചിട്ടുണ്ട്. എന്നാൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ 10-30 ദിവസം രാത്രികൾ ഇന്ത്യയിലെ പല റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും ഒക്കെ വഴിയമ്പലത്തിലും വെയിറ്റിംഗ് ഷെഡിലൊക്കെ ചെലവഴിക്കേണ്ട അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്.
ജമ്മുവിലെ റെയിൽവേ സ്റ്റേഷൻ, ഡൽഹിയിലെ ISBT ബസ് സ്റ്റാൻഡ്, കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല റെയിൽവേ സ്റ്റേഷൻ ഒക്കെ രാത്രിയും പകലും കഴിയുവാനിടയായിട്ടു. അപ്പോഴൊക്കെ നമുക്ക് പ്രയാസം തോന്നും. ഒരു രാത്രി കൊതുകടി കൊണ്ട് വിശ്രമിപ്പാൻ ഒരു സ്ഥലമില്ലാതെ പകല് മുഴുവൻ യാത്ര ചെയ്ത് പോക്കറ്റൊക്കെ കാലിയായി അടുത്ത ഒരു സ്ഥലത്തേക്ക് സുവിശേഷ വേലയുമായിട്ട് പോകുന്നു. അവിടെ ഒന്നും കിട്ടാനില്ല. അങ്ങനെയൊക്കെയുള്ള അനേക സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ എല്ലാം ദൈവം കരുതുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം കൂടെ നമുക്ക്. സുവിശേഷ വേലയിൽ ക്രിസ്ത്യ ജീവിതത്തിൽ സ്ട്രഗിൾസ് ഉണ്ട്. എന്നാൽ ആ സ്ട്രഗിൾസിനോടൊപ്പം ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കരവും ദൈവത്തിന്റെ സ്നേഹവും ഒക്കെ നമ്മോട് കൂടെ. ഇസ്രായേൽ മക്കളെ പഴയ നിയമത്തിൽ വന്നപ്പോൾ ഫറവോനുണ്ട്, ചെങ്കടലുണ്ട്, ഘോര മരുഭൂമിയുണ്ട്, വെള്ളമില്ലാത്ത അവസ്ഥയുണ്ട്, കയ്പിന്റെ അവസ്ഥയുണ്ട്, ഭക്ഷണമില്ലാത്ത അവസ്ഥയുണ്ട്, പാർപ്പിടമില്ലാത്ത അവസ്ഥയുണ്ട്, ശത്രുക്കളുടെ പോരാട്ടമുണ്ട്. ഇസ്രായേൽ മക്കളുടെ പാളയത്തിനകത്ത് തന്നെ അവിടെയുള്ള ആന്തരിക പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതിലൊക്കെയും മനുഷ്യരായിട്ട് അവർ മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്. യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശുവിന് കർത്തൃത്വമുണ്ട്. യേശു നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം ഉത്തരവാദിത്വമുള്ളവനാണ്. സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മോട് എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിൽ രാത്രിയൊക്കെ ഉറങ്ങേണ്ടിയൊക്കെ വന്നു. 2-3 കാര്യങ്ങൾ പറയാം. ബൈബിൾ കോളേജിൽ പോയി. ആദ്യം പുത്തൻകുരിശിൽ ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ എന്നുള്ള ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അവിടെ പഠിച്ചപ്പോൾ എൻ്റെ കൊല്ലത്തെ പാസ്റ്റർ 300 രൂപ തന്ന് പ്രാർത്ഥിച്ച്, അന്നതൊരു വലിയ തുകയാണ്, എന്നെ അവിടെ കൊണ്ടാക്കി. പക്ഷെ അവിടെ ഇടാനായിട്ട് വെള്ള ഉടുപ്പ് വേണം, പഠിക്കാൻ പുസ്തകങ്ങൾ വേണം, പേന വേണം. ഇതൊന്നും 1 രൂപ പോലും തരുവാൻ വീട്ടുകാർ ആരും ലഭിക്കില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ 300 രൂപ തീർന്നു. അപ്പൊ അവിടെ സ്തോത്രകാഴ്ച ഇടണം, മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെലവുകളുണ്ട്. ഇതിനൊന്നും പൈസയില്ല. ഒരു രാത്രി ആയപ്പോൾ എൻ്റെ പേന തീർന്നു. പണ്ടൊക്കെ റീഫില്ല് മാറ്റിയിടുന്ന പേനയായി. ഈ പേനയല്ല, പേനയ്ക്ക് ഉദാഹരണമായിട്ട് ഞാൻ എടുത്തന്നേ ഉള്ളൂ. അപ്പോൾ അത് എഴുതുവാനുള്ള മഷിയില്ല. പിറ്റേന്ന് ബൈബിൾ കോളേജിൽ എക്സാമും ഉണ്ട്. അപ്പൊ അതൊക്കെ ഇംഗ്ലീഷിൽ പഠിച്ച് എഴുതണം. പക്ഷെ അത് എഴുതുവാൻ ഒരു പേനയില്ല. കർത്താവേ, ഞാൻ എങ്ങനെ എഴുതും? വേണമെങ്കിൽ ഒരു അടുത്തുള്ള കൂട്ടുകാരനോട് മേടിക്കാം. പക്ഷേ അത് മേടിക്കുവാൻ എൻ്റെ ഹൃദയം അനുവദിച്ചില്ല. എനിക്ക് ഭാരമായി തോന്നി. ഏകദേശം രാത്രി 8 മണിയായി. ഞാൻ കണ്ണുനീരോടുകൂടെ മുട്ടിൽമേൽ ഇരുന്ന് എൻ്റെ പായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഞാൻ ഒരു പേന പോലും മേടിക്കുവാൻ എനിക്ക് സാധ്യമല്ലയോ? അതുപോലെ ഇല്ലാതെ ഞാൻ എങ്ങനെ ദൈവവേല ചെയ്യും? എങ്ങനെ പരീക്ഷ എഴുതി? എങ്ങനെ ഇവിടെ പഠിത്തം പൂർത്തിയാക്കും? എന്നൊക്കെയുള്ള ഭാരത്താൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ കേൾക്കണമോ? പുത്തൻകുരിശിൽ യാക്കോബക്കാരൊക്കെ ഉള്ള സ്ഥലമാണ്. അവർക്ക് പൊതുവെ പെന്തിക്കോസ്തുകാരോടൊക്കെ എതിരാണ്. എന്നാൽ ഒരു യാക്കോബ കുടുംബം അവരുടെ സന്ധ്യാവേളയിൽ, ഞാൻ ഈ കരയുന്ന അതേ സമയത്ത് തന്നെ അവരെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചപ്പോൾ ആ കുടുംബത്തെ ഒന്നും എനിക്ക് പരിചയമില്ല. ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സംസാരിച്ചു. സുബ്രഹ്മണ്യം എന്നൊരു പേര് കൊടുത്തു. ഇതൊക്കെ അതിശയമാണ്. അദ്ദേഹം ആ പേര് പ്രാർത്ഥനയ്ക്കിടെ പറയാനുണ്ട്. എന്നിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ബൈബിൾ കോളേജ്, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, ബൈബിൾ കോളേജിന്റെ പേര് ദൈവം അദ്ദേഹത്തിന് പറഞ്ഞു. എന്നിട്ട് ഒരു വെള്ള മുണ്ടുടുത്ത് ഒരു ചെക്ക് ഷർട്ട് ഹാഫ് കൈയിട്ട ഈ ജേക്കബ് എന്ന് പറയുന്ന മനുഷ്യൻ 1995 എന്നെ തേടി ഈ പുത്തൻകുരിശിലുള്ള ഗുഡ് ന്യൂസ് ഫോർ ഏഷ്യ ബൈബിൾ കോളേജിൽ വന്നു. അവിടുത്തെ വാർഡനോട് പറഞ്ഞു, ഇവിടെ സുബ്രഹ്മണ്യം എന്നൊരാളുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഒരാളുണ്ട്,
അദ്ദേഹത്തെ വന്ന് കാണണമെന്ന് എന്നോട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം ഏകദേശം 9 മണിയോട് അടുത്ത സമയത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോൾ അദ്ദേഹം അവിടെ വന്ന് വാർഡനോട് പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. സുബ്രഹ്മണ്യം എന്ന പേരുള്ള ഒരു ഒറ്റ വ്യക്തി അവിടെ ഞാനേ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഒരു അനുഭവം ഉണ്ടായി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കൊണ്ടുപോയി അദ്ദേഹത്തിന് 50 രൂപ കൊടുക്കും. അങ്ങനെ ജേക്കബ് എന്നുള്ള ഒരു യാക്കോബക്കാരൻ, ഒരു പരിചയമില്ലാത്ത വ്യക്തി, അതിന് മുമ്പേ കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. അന്ന് ഫോണൊക്കെ മേടിക്കാൻ എല്ലാവരുടെയും ഫോൺ നമ്പരും ഇല്ല. അപ്പോൾ അന്ന് അഡ്രസ്സൊക്കെ മേടിച്ച് ലെറ്റർ എഴുതുന്ന രീതിയാണ്. ഇദ്ദേഹത്തിന് അതിന് സമയം കിട്ടില്ല. അതേ ഒരു ചേതക്ക് സ്കൂട്ടറിൽ വന്നു അന്നത്തെ കാലത്ത് വന്ന് ദൈവാത്മാവ് അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, ഈ ബൈബിൾ കോളേജിലാണ് നിങ്ങൾ താമസമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് 50 രൂപ തന്നു. എന്നിട്ട് അദ്ദേഹം പോയി. അപ്പൊ നോക്കുക, എത്ര അതിശയകരമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പ്രയാസത്തിലായിരിക്കാം, പക്ഷെ ദൈവത്തിന് ആരിലൂടെയും പ്രവർത്തിക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന പലപ്പോഴും പരിചയമുള്ള ഇന്ന വ്യക്തി സഹായിക്കുമെന്നാണ്. അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത വ്യക്തിയെ ഉപയോഗിച്ച് നിങ്ങളെ സഹായിപ്പാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. അനേക ഉദാഹരണങ്ങൾ അനേക വിശുദ്ധന്മാരുടെ ജീവിതത്തിലുണ്ട്, വേദപുസ്തകത്തിലുണ്ട്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നമ്മെ സഹായിപ്പാൻ സാധിക്കും. ഒരു റീഫില്ല് വാങ്ങിക്കുവാൻ അന്ന് 50 പൈസ മതി ഒരു റീഫില്ല് മേടിക്കും. അപ്പോൾ അത് മേടിക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ, കരഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, ഒരു കൂട്ടുകാരനോട് ചോദിക്കാൻ തീരുന്ന പ്രശ്നം, പക്ഷെ ചോദിക്കാൻ മനസ്സില്ലാതെ ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടെ അന്ന് രാത്രി 8 മണിക്ക് പ്രാർത്ഥിക്കുന്നു. 9 മണിക്ക് ആ മേടിക്കേണ്ട എത്രയോ മടങ്ങ് രൂപ എൻ്റെ കയ്യിൽ ദൈവം കൊണ്ടെത്തിക്കും. രൂപയുടെ വലിപ്പമല്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ വലിപ്പമാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തിന് സ്തോത്രം. അതെൻ്റെ ജീവിതത്തിലെ വളരെ ചലഞ്ചിങ് ആയ എക്സ്പീരിയൻസ് ആണ്. ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് അത് തരും. പരിചയമുള്ള ഒരാൾ വന്നാലും അത്രയും ഒരു ത്രില്ല് എക്സൈറ്റ്മെന്റ് തോന്നത്തില്ല. പക്ഷേ പരിചയമില്ലാത്ത ഒരു യാക്കോബക്കാരൻ ഇങ്ങനെ തരുന്നത് അത് ദൈവത്തിന്റെ അത് അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥനാ സമയത്ത് എനിക്ക് ഇങ്ങനെ എൻ്റെ നാവിൽ ഈ ഒരു പേര് കിട്ടി, എന്നോട് പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിന് 50 രൂപ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്. കാശ്മീരിൽ പോയപ്പോൾ അതുപോലെ ഒരു അനുഭവം ഉണ്ടായി. അവിടെ മജാൽത്തയിൽ നിന്ന് ഒരു ബഹാദൂർ എന്ന് പറയുന്ന ഒരു നേപ്പാളിൽ നിന്ന് വന്ന ഒരു മിഷണറിയുമായിട്ട് ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോയി. 25 കിലോമീറ്റർ നടന്നു. അവിടെ നടന്നു പോയി ആ ഗ്രാമത്തിലെ കുറേ സ്ഥലങ്ങളിൽ ട്രാക്ട് കൊടുത്തു. ചില ഭവനങ്ങളിൽ കയറി സുവിശേഷം പറഞ്ഞു, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെയൊക്കെ കൃഷിയിടങ്ങളാണ്. പിന്നെ ഗ്രാമം തുടങ്ങിയാൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് പോകും. പിന്നെ കിലോമീറ്ററുകൾ ആൾക്കാരേ ഇല്ല, കൃഷിയിടങ്ങളാണ്, കാടുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ വേറൊരു ഗ്രാമം. അങ്ങനെ അല്ലാതെ കേരളത്തിലെ പോലെ ഇടതൂർന്ന പട്ടണങ്ങളെ പോലെ എപ്പോഴും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും താമസിക്കുന്നു, പിന്നെ കൃഷിയിടം. അപ്പൊ അവിടെ ആ ഗ്രാമത്തിന് പകുതി ആയപ്പോൾ ചിലർ വന്നിട്ട് ഞങ്ങള് ഒരു വീട്ടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് വിളിച്ചു. എന്നെയും അദ്ദേഹത്തെയും കൂടെ അകത്ത് വിളിച്ചിട്ട് അവർ കതവ് കൂട്ടി ഈ ഗ്രാമത്തിലെ ആൾക്കാരും. അത് കഴിഞ്ഞ് 150 പേര് കൂടി വന്നു. ചോറ് ഇവര് കള്ളന്മാരാന്നും പറഞ്ഞ് വിളിച്ച് ഞങ്ങളെ അടിപ്പാനായിട്ട് കത്തിയും കമ്പും കല്ലും ഒക്കെ ആയിട്ട് ജനം കൂടി വരും. അപ്പോൾ വളരെ പ്രയാസമായി. എന്ത് ചെയ്യും? ഒരു വീട്ടിൻ്റെ അകത്ത് ഇട്ട് കൂട്ടുകയും ചെയ്തു. അപ്പോൾ ആകെ ഭയത്തിലായി. എന്നാൽ അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു, നീ ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കത്തില്ല, ദൈവം നിന്നെ വിടുവിക്കും. ഈ ഇളകി വന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഗ്രാമത്തിൽ നിന്ന് വിടുവിക്കും. അന്ന് എനിക്ക് ഹിന്ദി നേരെ അറിയത്തില്ല. ദൈവം പറഞ്ഞു,
ഈ ഉള്ളിൽ പ്രാർത്ഥിക്കുക. ഏതായാലും ഒരു അരമണിക്കൂറോളം അങ്ങനെ അവിടെ ഇരുന്നു സംഘർഷാവസ്ഥയിൽ. 100-200 ആൾക്കാർ കൂടി ആ വീടിന്റെ മുമ്പിൽ. എന്നാൽ അവിടെ നിന്ന് കുറച്ച് ആൾക്കാർ വന്ന് എൻ്റെ കൂടെയുള്ള മിഷണറിമാരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇത്രയും ആൾക്കാരെ വരുവാനുള്ള ഒരു കാര്യം? ഞങ്ങളെ കള്ളന്മാരായിട്ട് ഇവരെ പിടിച്ച് ആ റൂമിനകത്ത് പിടിച്ചിടുന്നത് പോലെ ഞങ്ങളെ പൂട്ടിയിടുവാനുള്ള കാര്യം? ഞങ്ങൾ പോകുന്നതിന്റെ തലേ രാത്രി യഥാർത്ഥ കള്ളന്മാർ വന്ന് അവരുടെ പശുവിനെയോ കാളയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അവരുടെ കൃഷിധാന്യങ്ങൾ, അവരുടെ പാത്രങ്ങൾ, ഏതോ വീട്ടിൽ നിന്ന് അവരുടെ ആഭരണങ്ങൾ ഇതൊക്കെ കവർന്നുകൊണ്ട് പോയി. അത് കള്ളന്മാര് രാത്രി വന്ന് കൊണ്ടുപോയതാണ്. അവര് പോയി. പക്ഷെ പിറ്റേന്ന് അപരിചിതരായിട്ട് ആ ഗ്രാമത്തിൽ കടന്ന ഞങ്ങളെ ഏകദേശം 10-10:30 സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളാണ് കള്ളന്മാര്. അപ്പോഴാണ് അവരറിയുന്നത് ഈ കാര്യങ്ങളൊക്കെ മോഷണം പോയത്. അപ്പൊ അപരിചിതരായ ആരാണ്? ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ ഞങ്ങളെ കള്ളന്മാരായിട്ട് തെറ്റിദ്ധരിച്ച് ഞങ്ങളെ റൂമിൽ പിടിച്ച് പൂട്ടിയിട്ടതാണ് കാര്യം. അപ്പൊ എന്റെ മിഷനോട് ചോദിച്ചു, നിങ്ങളാണോ ഇതൊക്കെ എടുത്തത്? ആ ഗ്രാമത്തലവന്മാരും ഒക്കെ വന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങള് അങ്ങനെ മോഷ്ടിക്കാൻ വന്നവരല്ല. ഞങ്ങള് ഇത്ര ദൂരെ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങളുടെ മക്കാൻ മാലിക്ക്, ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഇതാണ്. ഞങ്ങള് പാപം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, സ്നേഹിക്കണമെന്നൊക്കെ പറയുന്ന സുവിശേഷകരാണ് എന്നൊക്കെ പറഞ്ഞ് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തു. അവർ ഞങ്ങളുടെ ബാഗും ഉടുപ്പും പോക്കറ്റും ഒക്കെ പരിശോധിച്ചു. അവർക്ക് ബോധ്യമായി ഞങ്ങൾ കള്ളന്മാരല്ലെന്ന്. അങ്ങനെ അടിക്കുവാൻ, ഉപദ്രവിക്കുവാൻ തെറ്റിദ്ധാരണ മൂലം കൂടി വന്ന മൊത്തം ഇളകിയ ഗ്രാമം വന്നപ്പോഴും അവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ അരമണിക്കൂറിന് ശേഷം ദൈവം ആ റൂമിൽ നിന്ന് അവര് തന്നെ ഞങ്ങളെ തുറന്നു വിടുവാനും ഞങ്ങളെ ഉപദ്രവിക്കാതെ അവിടുന്ന് പുറത്തു പോരുവാനും ദൈവം ഇടയാക്കി തന്നു. വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്ന് വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുപോലെയുള്ള അനേകം അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം എത്ര വിശ്വസ്തൻ! ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് എൻ്റെ നാട്ടിൽ ഒരു സാമുവൽ സാറുണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യാനിയൻ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, നീ എവിടെ പോയി സുവിശേഷം പറഞ്ഞാലും നിന്റെ നാട്ടിൽ പോയി സുവിശേഷം പറയും. യെരുശലേമിൽ സാക്ഷിയാവും. അപ്പോസ്തല പ്രവൃത്തി 1:8. യെരുശലേം, യഹൂദ്യ, ശമരിയ, പിന്നെ ഭൂമിയുടെ അറ്റത്ത്. അപ്പൊ നിന്റെ ദേശത്ത് നീ രക്ഷിക്കപ്പെട്ടു, വീടൊക്കെ വിട്ട് നീ ഇങ്ങ് പോന്നു. പക്ഷെ നീ എന്താണ് രക്ഷിക്കപ്പെട്ട യഥാർത്ഥ സ്റ്റോറി ആർക്കും അറിയത്തില്ല. ആരോടെങ്കിലും ഒന്ന് പറയാം എന്ന ദൈവാത്മാവ് ഈ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചപ്പോൾ എനിക്ക് ക്ലാസ്സിൽ അധ്യാപനം പഠിപ്പിക്കുകയും ഞാനൊരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ എനിക്ക് വലിയ പ്രേരണ. അങ്ങനെ ഞാൻ അവിടെ പോയി. അന്ന് രക്ഷിക്കപ്പെട്ട് 1.5 വർഷം കഴിഞ്ഞേ ഉള്ളൂ. വീട്ടുകാർ പറഞ്ഞു, ഇനി ഇവിടെ വന്നു പോരുത്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ്, നിന്റെ കൈയും കാലും തല്ലി ഒടിക്കും, നിന്നെ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് വളരെ ഭീഷണിയുള്ള കാലം, എനിക്ക് പേടിയുള്ള കാലം. ഏതായാലും ഒരു സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ ദേശം വീരണകാവിൻ്റെ അവിടെ പോയില്ല. പേടിയുള്ളത് കൊണ്ട് അതിന് മുമ്പ് ഒരു ബസ് സ്റ്റോപ്പിലാണ്. എൻ്റെ കയ്യിൽ 3-4 ട്രാക്റ്റും ഒക്കെ ഉണ്ട്. കൈ വിറയ്ക്കുന്നുണ്ട്, പേടിയും. അപ്പൊ മെയിൻ വഴിയെ പോകാതെ വേറൊരു സബ് വഴി കൂടെ പോയി. അപ്പൊ ദൈവത്തിന്റെ പ്രേരണയുണ്ട്. എന്നാൽ പേടിയുള്ളത് കൊണ്ട് യോനാ പ്രവാചകനെ പോലെ എനിക്ക് എൻ്റെ ദേശത്ത് പോയി സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടുമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒളിച്ചു പതുങ്ങി സന്ധ്യാസമയം നോക്കി ഒരു അധികം ആരും പോകാത്ത വഴി കൂടെ ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് ആർക്കെങ്കിലും ട്രാക്ട് കൊടുക്കുക, അപ്പോഴത്തേക്ക് എൻ്റെ ദേശത്ത് ഞാൻ സാക്ഷിയായി എന്ന് പറഞ്ഞ് തിരിച്ചിങ്ങി ബൈബിൾ കോളേജിൽ പോരാ. അതായിരുന്നു എൻ്റെ പദ്ധതി. പക്ഷെ ഞാൻ അങ്ങനെ പോയപ്പോൾ വഴിയിലൊന്നും ഒരു ട്രാക്ട് കൊടുക്കാൻ ആരെയും കണ്ടില്ല. 6 സമയമായപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു ക്രിസ്ത്യാനിയായ വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു പാരമ്പര്യ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തോട് വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് മുമ്പോട്ട് കാല് വെക്കാൻ പറ്റുന്നില്ല. കാലിൽ ആരോ പിടിക്കുമ്പോൾ ഉടനെ ഹൃദയത്തിൽ ദൈവാത്മാവ് പറഞ്ഞു, നീ മുന്നോട്ട് പോകരുത്, ഈ ഇടത്തെ സൈഡിലുള്ള വീട്ടിലേക്ക് കയറും. അത് സാമുവൽ സാർ എന്ന് പറയുന്ന ഒരു സാറിന്റെ വീടായിരുന്നു.
ആ വീട്ടിൽ കയറി. അവിടെ ചെന്ന് അപ്പൊ അദ്ദേഹത്തിന് ഈ റൂമേഴ്സൊക്കെ അറിയാം, പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ രക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ, പഞ്ചായത്തിൽ ജനിക്കുമ്പോൾ പേര് ചേർക്കുന്ന ആളായിരുന്നു. നിങ്ങളൊരു രജിസ്റ്ററിൽ പേരെഴുതും, ജനന സർട്ടിഫിക്കറ്റ് തരാം. ഇതുപോലെ വീണ്ടും ജനിക്കുമ്പോൾ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതാം. എങ്കിൽ മാത്രമേ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആയിട്ട് മാറത്തുള്ളൂ. ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇതായി. വീട്ടിൽ ജനിച്ച, ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് സാറിന് അറിയാം എന്നൊക്കെ ചോദിച്ച് ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്ന് കാര്യം പുറത്തു പോകും. അദ്ദേഹം എൻ്റെ അഡ്രസ്സ് കുറിച്ചെടുത്തു. അദ്ദേഹം പാരമ്പര്യമായിട്ടുള്ള സഭയിൽ പോകുന്ന ആളാണെങ്കിലും ഈ ഒരു ഉപദേശം അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ ബൈബിൾ കോളേജിൽ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അഡ്രസ്സിൽ കത്തെഴുതി, സുബ്രഹ്മണ്യം യേശുവിനെ സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് എന്നോട് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ, സ്വർഗീയ പുസ്തകത്തിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതിയ രക്ഷിക്കപ്പെട്ട ഡേറ്റ് അറിയാമോ? അതെനിക്ക് അറിയത്തില്ല. എനിക്ക് രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഒരിക്കൽ കൂടെ വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞൊരു കത്തെഴുതി. അടുത്ത വെക്കേഷൻ ആയപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ നേരത്തെ കത്തെഴുതിയിട്ടാ പോയി. ആ സമൂൽ സാറ് തനിക്ക് പ്രാർത്ഥനാ സഹായികളൊക്കെ ആയിട്ട് തൻ്റെ സഭയിലും അയൽവക്കത്തും ഒക്കെ ഉള്ള 10-30 പേരെ കൂട്ടി. അത് കഴിഞ്ഞ് ഒരു പ്രാർത്ഥന പോലെ ക്രമീകരിച്ചു. അവിടെ പോയി ഞാൻ എൻ്റെ സാക്ഷി സവിസ്തരം പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ആ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ 10-30 പേര് യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പൊ നോക്കുക, സ്വന്തം ദേശത്ത്, എന്റെ ഭവനത്തിൽ പോയി പറയാൻ പറ്റിയില്ലെങ്കിലും സ്വന്തം ദേശത്തുള്ള ആൾക്കാരോട് സുവിശേഷം പറയുവാനും, ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ കാല് മുന്നോട്ട് വയ്ക്കാതെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ച് ആ വീട്ടിൽ കയറാൻ പറഞ്ഞിട്ട്, ഞാൻ ഉദ്ദേശിച്ചതല്ല, പേടിച്ചു പോയ ആളാണ് ഞാൻ. പക്ഷെ എന്നെ കൊണ്ട് അവിടെ പോയി അദ്ദേഹത്തോട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിൽ അദ്ദേഹം വിളിച്ചു കൂട്ടിയ ആൾക്കാര് മിക്ക പേര് രക്ഷിക്കപ്പെടുവാനും അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവ പൈതലായിട്ട് കർത്താവിൽ നിദ്ര പ്രാപിക്കുവാനും ഇന്ന് നിത്യതയിലായിരിക്കുവാനും ദൈവം ഇടയാക്കി തീർന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. ദൈവാത്മാവിന്റെ ഒത്തിരി പ്രേരണകൾ എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അനേക സ്ഥലങ്ങളിൽ രാത്രിയൊക്കെ ഒറ്റയ്ക്കിരിക്കുകയും ഏകനായിട്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, നിരാശപ്പെടുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം എപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. ഒരു പേന ഇല്ലാതിരുന്നപ്പോൾ യാക്കോബുകാരനോട് ദൈവാത്മാവ് സംസാരിച്ച് എനിക്ക് വേണ്ടത് അദ്ദേഹത്തിലൂടെ ദൈവം കൊണ്ടു വന്നിട്ടുണ്ട്. ഒരാളോട് ഞാൻ ചോദിച്ചില്ല, എന്നാൽ ദൈവാത്മാവ് പറഞ്ഞു വിട്ടിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത്, അദ്ദേഹം വരാൻ പാടില്ലാത്ത ഒരു സ്ഥലം, പക്ഷെ അവിടേക്ക് അദ്ദേഹത്തെ വിട്ട് എനിക്ക് നൽകിയിട്ടു. ഒരു പുത്തൻ കുരിശുകാരൻ ജേക്കബിലുണ്ട്. ഇന്നും പിന്നെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ, അന്ന് കണ്ടതിന് ശേഷം. ഒരു ഗ്രാമത്തിൽ കാശ്മീരിൽ പൂട്ടിയിട്ടപ്പോൾ അവിടെ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവാത്മാവ് എന്നെ പുറത്തു കൊണ്ടുവന്നു. സ്വന്തം ദേശത്ത് സാക്ഷിയാകുവാൻ ദൈവം പറഞ്ഞു വിട്ടപ്പോൾ പേടിച്ച് മനസ്സോടെ പോയെങ്കിലും ആ യാത്രയിൽ ദൈവത്തിന്റെ ആത്മാവ് ഡയറക്റ്റ് ചെയ്ത ഒരു ഭവനത്തിൽ കയറിയപ്പോൾ അത് അനേകർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് നയിക്കുവാൻ ദൈവം ഇടയാക്കി തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങൾ ഉണ്ടായാൽ ഇതുപോലെ അനേക അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥയുണ്ട്, രോഗിയായി തീർന്ന അവസരമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അനേകം ആവശ്യങ്ങളിലൂടെ കടന്നുപോയ അവസരങ്ങൾ. അവിടെയൊക്കെ ദൈവത്തിന്റെ കരുതലും സ്നേഹവും ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദവും ഗൈഡൻസും അനുഭവിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ക്രിസ്ത്യ ജീവിതം ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് നയിക്കുന്ന ജീവിതമല്ല. ക്രിസ്ത്യ ജീവിതം ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയാണ്, വിശുദ്ധന്മാരോടുള്ള കൂട്ടായ്മയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹവാസം നിങ്ങൾക്ക് ലഭിക്കും. ദൂതന്മാരുടെ കാവൽ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ മുദ്രയുണ്ട്. നിങ്ങൾ അനാഥരല്ല, ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവത്തിന്റെ മക്കളാണ്, ദൈവഭവനത്തിലെ അംഗങ്ങളാണ്.
ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്. മറ്റുള്ളവർ നിങ്ങൾ ഉപദ്രവിക്കത്തില്ല, കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നിങ്ങളെ കാക്കും. ദൈവത്തിന് സ്തോത്രം. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നമ്മുടെ ആയുഷ്കാലമൊക്കെയും നന്മയും കരുണയും കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ കീഴിലാണ് നാം വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നത്, രക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ഡെക്കേഡ്സ് കഴിഞ്ഞു. എന്താണ് ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത്? അതൊരു വലിയ ചോദ്യം. അപ്പോൾ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴുള്ള ഞാൻ കണ്ട ഒരു കാര്യം, അനേകം ഭവനസഭകൾ, ഹൗസ് ചർച്ചസ്, അനേകം ഹിന്ദിക്കാരായ തദ്ദേശീയരായിട്ടുള്ള വേലക്കാർ അവരെ വിശ്വാസത്തിൽ വരുന്നു. അനേക പ്രതികൂലങ്ങളുടെ ഇടയ്ക്ക് സഭ വളരുന്നു. എന്നാൽ അവർക്ക് വേണ്ടത്ര ദൈവ പരിജ്ഞാനമില്ല. ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നവരാണ്. ഞാൻ പണ്ടായിരുന്നത് പോലെ വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങൾ അകാരാദി പോലും നേരെ പറയാൻ അറിഞ്ഞുകൂടാത്തവരുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരുണ്ട്. പക്ഷെ ദൈവം അവരെ ഉപയോഗിക്കുന്നു. പക്ഷേ അവരെ അനേക ഹൗസ് ചർച്ചകൾ നടത്തുന്നു, സുവിശേഷം പറയുന്നു, ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു, ദൈവം സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു. അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ദൈവം അവരിലൂടെ ചെയ്യും. അവർ കുടുംബസ്ഥരാണ്, ജോലി ചെയ്യുന്നവരാണ്, ജോലിയോടുകൂടെ കൃഷിയോടുകൂടെയൊക്കെ സുവിശേഷ വില ചെയ്യുന്നവരാണ്. അവർക്ക് അവിടെ സ്ഥലങ്ങൾ വിട്ട് സെമിനാരികളിൽ, ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിക്കുവാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള വലിയ പ്രേരണ ദൈവം തന്നു. അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ 40% സംസാരിക്കുന്ന ഹിന്ദി ഭാഷയിൽ അവിടെ തന്നെ ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ, ഭവനങ്ങളിലൊക്കെ ക്ലാസ് നടത്തി അവരെ വചനം പഠിപ്പിക്കുവാൻ ഉള്ള പുസ്തകങ്ങൾ തയ്യാറാക്കി ഭാരതത്തിൽ പല സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ നേതൃത്വം കൊടുക്കുക. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ സാഹിത്യങ്ങൾ, വേദപുസ്തകം മിഷണർമാരെ എല്ലാ ഭാഷകളിലും ഒക്കെ പരിഭാഷപ്പെടുത്തിയെങ്കിലും ക്രിസ്തീയ പഠന ഗ്രന്ഥങ്ങൾ, ശുശ്രൂഷകരെ പഠിപ്പിക്കുവാനുള്ള സബ്ജക്റ്റുകൾ കന്നഡയിലും നേപ്പാളിയിലും ഹിന്ദിയിലും തെലുങ്കിലും മറാത്തി, ഗുജറാത്തി, ബംഗാളി, ആസാമീസ് ഇങ്ങനെയുള്ള അനേക ഭാഷകളിലില്ല. പ്രാദേശികമായ ഭാഷകളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ച 22 ഭാഷയുണ്ട് ഇന്ത്യയിൽ. എന്നാൽ യഥാർത്ഥത്തിൽ 22 ഭാഷയിൽ അതിൽ കൂടുതൽ ഭാഷകളുണ്ട്. അപ്പൊ തദ്ദേശീയരായ ആൾക്കാർ ഇഷ്ടംപോലെ പേര് വിശ്വാസത്തിൽ വരും. അവരുടെ ഇടയ്ക്ക് ഇഷ്ടംപോലെ സഭകളുണ്ട്, ശുശ്രൂഷകളുണ്ട്. പക്ഷെ ഈ ശുശ്രൂഷകർക്കൊക്കെ ബൈബിൾ കോളേജിലെ പഠിത്തമോ പരിശീലനമോ കിട്ടിയിട്ടില്ല. വേദപുസ്തക പരിജ്ഞാനം ആവശ്യത്തിനില്ല, ഉപദേശ നിശ്ചയമില്ല. അതുകൊണ്ട് അവിടെ ശുശ്രൂഷകളിലൊക്കെ പാളിച്ചകൾ, ഉപദേശത്തിൽ പാളിച്ചകൾ, തെറ്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പല ഭാഷകളിൽ ബൈബിൾ കോളേജിൽ തന്നെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല സബ്ജക്റ്റുകളും ലളിതമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ആവശ്യമുള്ളത് എഴുതി ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തി ആ പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിലെ അനേക സംസ്ഥാനങ്ങളിൽ ക്ലാസുകൾ നടത്തുന്ന വേദശാസ്ത്ര വിദ്യാഭ്യാസം ഓരോ പ്രാദേശിക ഭാഷയിലും പ്രാദേശിക സ്ഥലങ്ങളിൽ നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയുടെ പേര് ശുഭ സന്ദേശ അധ്യയൻ. ശുഭ സന്ദേശ അധ്യയൻ എന്നുള്ള ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഹിന്ദി പുസ്തകങ്ങൾ തയ്യാറാക്കി അനേകർക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. ഒരു റൈറ്റിംഗ് മിനിസ്ട്രിയാണ്. പൗലോസ് 13-14 ലേഖനങ്ങൾ സഭകൾക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വിശ്വാസം പ്രസംഗം മാത്രമല്ല, എഴുത്തിലൂടെ ഇന്ത്യയിലെ
22 ലാംഗ്വേജുള്ള ഇത്രയും വൈവിധ്യമുള്ള ഭാരതത്തിൽ അവർക്കെല്ലാം ദൈവവചനം കൊടുക്കുവാൻ, ലളിതമായിട്ട് കൊടുക്കുവാൻ, അവരെ സഹായിപ്പാൻ, ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത, ബൈബിൾ കോളേജിൽ പോകുവാൻ സാധിക്കാത്ത ദൈവദാസന്മാർ, വിശ്വാസികൾ, സുവിശേഷകർ, മിഷണറിമാർ, പാസ്റ്റേഴ്സ്, സുവിശേഷ വേല ചെയ്യുവാൻ താല്പര്യമുള്ളവർ, ദാഹമുള്ളവർ, വചനം അറിയുവാൻ ആഗ്രഹമുള്ളവർ, അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, ബൈബിൾ പഠന ഗ്രന്ഥങ്ങൾ, ട്രെയിനിങ് മെറ്റീരിയൽസ്, മാനുവൽസ്, ബുക്സ് പബ്ലിഷ് ചെയ്ത് പല ഭാഷകളിൽ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ, ശുഭ സന്ദേശ അധ്യയൻ, ആ ഒരു ശുശ്രൂഷയാണ് ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ, ഇത് പുസ്തകം വിൽക്കുവാനുള്ളതല്ല, ഇതൊരു ദർശനമാണ്. അതിനെ പഠിക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ ഭാഷയിൽ അവരവരായിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. ആ പുസ്തകങ്ങൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ ഇന്ന് ഭാരതത്തിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവവചനം നമുക്ക് ധൈര്യം നൽകും. ദൈവപരിജ്ഞാനത്തിൽ വളരുവാൻ, ആത്മീയമായി ശക്തിപ്പെടുവാൻ, ശുശ്രൂഷയെ ബലപ്പെടുവാൻ, മുന്നോട്ട് പോകുവാനൊക്കെ ഈ പഠനം നമ്മെ സഹായിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ഇങ്ങനെ എൻ്റെ ജീവിത പശ്ചാത്തലവും, രക്ഷിക്കപ്പെട്ട കാലം, കുട്ടിക്കാലം, വിദ്യാഭ്യാസ കാലം, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവിടുത്തെ നിന്നും ഏകനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞ 30-33 വർഷ ക്രിസ്തീയ ജീവിത യാത്രയിൽ ദൈവം എങ്ങനെ നടത്തിയെന്നും, വിശ്വാസ ജീവിതത്തിലെ ആദ്യ കാലങ്ങളിൽ ദൈവസഭ, ദൈവദാസന്മാർ നൽകിയ കരുതലും സ്നേഹവും, അത് കഴിഞ്ഞുള്ള ബൈബിൾ കോളേജിലെ പഠനവും അധ്യാപനം, എൻ്റെ കുടുംബജീവിതം, ദൈവത്തിൻ്റെ കരവും താങ്ങലും ലഭിച്ചത്, ഞാൻ ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷ, ഭാരതത്തിൻ്റെ ഒരു മിഷൻ രീതി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് അല്പമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേർന്ന് ദൈവരാജ്യത്തിലെ പൗരന്മാരായി ജീവിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് പോലെ നാം താന്താങ്ങൾക്കുള്ളവരല്ല. എപ്പോഴും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും, നമ്മുടെ ജോലിയെക്കുറിച്ചും, നമ്മുടെ ഭാവിയെക്കുറിച്ചും, സുരക്ഷിതമായിട്ടുള്ള നമ്മുടെ മക്കളുടെ കാര്യങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ടി സമ്പാദിക്കുവാനും ഒക്കെ ഉള്ളതല്ല നമ്മുടെ ജീവിതം. അതൊക്കെ ഒരു ഭാഗമായിട്ട് പോകുമ്പോഴും ദൈവരാജ്യത്തെ അന്വേഷിപ്പാൻ നമുക്ക് സാധിക്കണം. യേശു പറഞ്ഞു, ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. അപ്പൊ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു പ്രത്യേകത, ഇത്രമാത്രം അവിശ്വാസികളുള്ള, സുവിശേഷം അറിയുവാൻ ഇത്രമാത്രം ജനസംഖ്യയുള്ള, അനേക ഭാഷകളുടെ വൈവിധ്യവുമുള്ള, പ്രതികൂലങ്ങളുള്ള ഈ ഭാരതത്തിൽ സുവിശേഷം അറിയിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ നമ്മുടെ ജീവിതം അത് വേർതിരിക്കേണ്ടതുണ്ട്. നമ്മുടെ സമയവും നമ്മുടെ ചിന്തയും ഒക്കെ അതിനു വേണ്ടി, ശുശ്രൂഷമാർ മാത്രമല്ല, എല്ലാ വിശ്വാസികളും, എന്നെ എല്ലാ കേൾക്കുന്നവരും രക്ഷിക്കപ്പെട്ട് ദൈവം എനിക്ക് എന്ത് തന്നു എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ദൈവരാജ്യത്തിന് ഞാൻ എന്ത് ചെയ്യാം എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തിലേക്ക് കൂടെ നാം ഈ നാളുകളിൽ നടത്തപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും ദൈവരാജ്യത്തിനും ഒരു അനുഗ്രഹമായിരിക്കുക. നിങ്ങളുടെ ജീവിതവും സമയവും നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാതെ കർത്താവിന്റെ നാമത്തിനും ദൈവരാജ്യത്തിനും കൂടെ അധ്വാനിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. എവിടെയായിരുന്നാലും ആ സ്ഥലത്തെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തെക്കുറിച്ച് പറയുവാൻ, നമ്മുടെ ചുറ്റുപാടും ഉള്ള അനേകം തകർച്ചയിൽ കിടക്കുന്ന ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു ബേർഡനും കൂടെ നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ പ്രസാദം, ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടായി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഈ അവസരമൊരുക്കിയ അരോമ ടിവിയോടും ഞാൻ എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ഡോക്ടർ PT സുബ്രഹ്മണ്യൻ സാർ. അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സാറിൻ്റെ ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ള നല്ല അനുഭവങ്ങൾ, ജീവിതത്തിൽ കടന്നുപോയ വേദന നിറഞ്ഞ തിക്ത അനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ഇന്ന് കർത്താവിൻ്റെ കൃപയിലായിരിക്കുന്ന നല്ല അനുഭവങ്ങൾ, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ വളരെ ശാന്തമായി വളരെ നല്ല ഭാഷയിൽ നന്നായി പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വിശിഷ്യാൽ ജനിച്ചു വളർത്തപ്പെട്ടതായ ആ ഒരു പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഇന്ന് ഒരു പക്ഷെങ്കിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലയിൽ ഒരു തന്ത്രിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരോഹിത ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഭവനത്തിൽ ആ ഒരു ചെറിയ ചുറ്റുപാടിൽ ഒതുങ്ങിക്കൂടി ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ശമൂവേൽ ബാലനെ ആലയത്തിൽ ദൈവം വളരുമാറാക്കി. പിന്നത്തേതിൽ അധികാരത്തിൻ്റെ ശുശ്രൂഷകൾ ഏൽപ്പിച്ച് കൊട്ടാരത്തിലേക്ക് അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം അയക്കുന്ന ചില അനുഭവങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് കർത്താവിൻ്റെ ദാസൻ പ്രിയ PT സുബ്രഹ്മണ്യൻ സാറിനെ ദൈവം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവന്നു എന്ന് സശ്രദ്ധം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയും. ലോകപ്രകാരം നോക്കിയാൽ വലിയ പാരമ്പര്യം, വലിയ പശ്ചാത്തലം, കുടുംബ അനുഭവങ്ങൾ, ശ്രേഷ്ഠതകൾ ഒക്കെ പറയുവാൻ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മറന്നു പോകുന്ന, മായ്ക്കപ്പെടുന്ന ചില ടൈറ്റിലുകൾ മാത്രമാണ് എന്ന് നമുക്ക് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഒരിക്കലും മാറ്റം വരാത്ത, മറന്നു പോകാത്ത, നിത്യജീവനെ ദാനമായി നൽകി തന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്നുള്ളതായ ആ കൂട്ടായ്മയും ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന പേരും നിത്യതയ്ക്കായുള്ള ആ വലിയ പ്രത്യാശയും ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷമെന്ന് പറയുന്നത് താൽക്കാലികമായ ഈ ലോകത്തിൻ്റെ പേരും പെരുമയും ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു, ആ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഉച്ചയൂണിൻ്റെ സമയത്ത് സഹപാഠിയായ ആ പ്രിയപ്പെട്ടവൻ അവന് ലഭിച്ചതായ ആ ചുരുങ്ങിയ നിമിഷങ്ങൾ, അവൻ അറിഞ്ഞ ആ സത്യം, സുവിശേഷം, യേശുവിനെക്കുറിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തിലേക്ക് വിതയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അത് ആര് എന്നുള്ളതല്ല, സമപ്രായക്കാരൻ, ചെറിയ അറിവുകൾ മാത്രമുള്ള ആ ഒരു ബാലകൻ, യൗവനക്കാരൻ, അവൻ അറിഞ്ഞതായ ആ ദൈവത്തിൻ്റെ സത്യവചനങ്ങൾ ഉചിതമായ സമയത്ത് സാറിൻ്റെ ഹൃദയത്തിലേക്ക് അത് വിതയ്ക്കപ്പെട്ടപ്പോൾ അത് ഒരു സാധാരണ വചനമായിരുന്നില്ല, കൂട്ടുകാർ പറയുന്ന മറ്റ് കളികാര്യങ്ങളായിരുന്നില്ല. പകരം അത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന എഴുതപ്പെട്ടതായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ വിത്തുകളായിരുന്നു വിതയ്ക്കപ്പെട്ടത്. അതിന് ജീവനുണ്ടായിരുന്നു, അതിന് ശക്തിയുണ്ടായിരുന്നു, അതിന് മഹത്വമുണ്ടായിരുന്നു. അത് പിന്നത്തേതിൽ ഹൃദയത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച ഒരു വടവൃക്ഷമായി തീർന്നപ്പോൾ അതിനെ വഹിക്കുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ, അതിനെ സ്വീകരിക്കുവാൻ, അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത ഇടത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. സ്വന്തം മാതാപിതാക്കന്മാർ, സഹോദരങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു. അല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെടേണ്ടതായ സാഹചര്യം വന്നു. പക്ഷെങ്കിൽ ആ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പടർന്ന് പന്തലിച്ചപ്പോൾ അത് എവിടെ വരണം, എവിടെ ഉൾക്കൊള്ളണം എന്നുള്ളത് ദൈവം മുന്നമേ നിശ്ചയിച്ചു. ആ ഇടങ്ങളിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അസാധാരണമായ നിലയിൽ നല്ല വിദ്യാഭ്യാസം, സാധാരണ കഴിവും പ്രശസ്തിയും പിടിപാടും പണവും ഒക്കെ ഉള്ളവർക്ക് ലഭിക്കാത്ത എത്രയോ വലിയ അംഗീകാരവും പദവികളും
പ്രിയ സാറിന് ദൈവം തന്ന് ആദരിക്കുവാൻ മാനിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം എത്ര വിശ്വസ്തനാണ്, ദൈവം നടത്തുന്ന അത്ഭുതകരമായ വഴി. അതിനേക്കാളുപരി ഞാൻ ശ്രദ്ധിച്ചു, 2000-ലധികം ശിഷ്യഗണങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിപ്പാൻ തക്കവണ്ണം പ്രിയ ദൈവദാസനെ ദൈവം അവരെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു എന്ന് കേട്ടപ്പോൾ അതിൽ പരം എത്രയോ ഭാഗ്യകരമായ അനുഭവം. അവരുടെ ഓരോരുത്തരിലൂടെ നൂറുകണക്കിന് ആത്മാക്കൾ കർത്താവിങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എത്ര ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് പ്രിയ സാറിനെ ദൈവം ദേവോത്സവമായി വഴി നടത്തുവാൻ ഇടയായി തീർന്ന ആ അനുഭവങ്ങൾ കേൾവിക്കാരാകുന്ന ഓരോ ശ്രോതാക്കൾക്കും തീർച്ചയായിട്ടും നിങ്ങളെ തിരിഞ്ഞ് ചിന്തിക്കുവാൻ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ പദവികളിലേക്ക് നാം എത്തിച്ചേരുവാൻ നമ്മെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്, ജീവനുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നാം ശ്രദ്ധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ഏതൊരാവശ്യവും അത്ഭുതകരമായി നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. യോനായുടെ വിഷയത്തിൽ മത്സ്യത്തോട് ദൈവം കൽപ്പിച്ചു, ആവണക്കിനോട് ദൈവം കൽപ്പിച്ചു, പ്രകൃതിയോട് ദൈവം കൽപ്പിച്ച പല മണ്ഡലങ്ങൾ, സൃഷ്ടികളോട് ദൈവം കൽപ്പിച്ച പല മണ്ഡലങ്ങൾ നമുക്കറിയാം. ഇവിടെ ഇതാ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഒരു പേനയ്ക്ക് വേണ്ടി ഒരു രാത്രിയിൽ അല്പനിമിഷങ്ങൾ ദൈവസ്ഥലം മുഴങ്കാലുകൾ മടക്കി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ അധികം ദൂരത്തല്ലാത്ത വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു ഓർത്തഡോക്സുകാരൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ ഇടയായി. അദ്ദേഹം ആ രാത്രിയിൽ ആ നിമിഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രിയപ്പെട്ടവൻ്റെ അടുക്കൽ വന്ന് കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ നിർവഹിപ്പാൻ ഇടയായി തീർന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ സുവിശേഷ സത്യം, ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പ്രാർത്ഥന കേട്ട് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായി തീരത്തക്കവണ്ണം ഈ സാക്ഷ്യം നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രിയ പി ടി സുബ്രഹ്മണ്യൻ സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവമാണ് അവസരമൊരുക്കിയത്. കർത്താവിൻ്റെ ദാസൻ ഇപ്രകാരം നമ്മളോട് ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട തൻ്റെ വിലപ്പെട്ട നിമിഷങ്ങൾ ചെലവഴിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. തീർച്ചയായിട്ടും ഓരോ കേൾവിക്കാർക്കും വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവെ, ഈ പ്രിയ സാറിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി അങ്ങേക്ക് ഉപയോഗിക്കുവാൻ കഴിയുമെങ്കിൽ എന്നെയും അങ്ങ് ഉപയോഗിക്കണമേ. ഈ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുക, കർത്താവെ അങ്ങനെ ഉപയോഗിക്കണമേ, അങ്ങയുടെ കരങ്ങളിൽ അങ്ങയ്ക്കായി പ്രയോജനപ്പെടുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ആര് പ്രാർത്ഥിക്കും? ഞങ്ങളോട് ചേർന്ന് നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സാറ് അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രിയ അരോമ ടിവിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവമേ, ഇതിലൂടെ ഈ സാക്ഷ്യവും ദൈവവചനവും അനുഭവങ്ങളും ഒക്കെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. ദൈവമേ, ഇന്ന് ഷെയർ ചെയ്ത അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവിന് സ്തോത്രം. സുവിശേഷത്തിന്റെ സത്യം അറിയുവാനും ആ സത്യം അവരെ സ്വതന്ത്രനാക്കുവാനും കർത്താവേ, പിശാച് ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ കോട്ടകളിൽ നിന്ന് അവരെ വിടുവിക്കപ്പെടുവാൻ കർത്താവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, കർത്താവിന്റെ സത്യത്തിലേക്ക്, യേശുവിന്റെ കർത്താവിന്റെ സ്തോത്ര സമൃദ്ധിയായ ജീവനിലേക്ക്, സ്വർഗീയമായ സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് അവിടെ ജീവൻ നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കണം. കർത്താവ് എല്ലാ ഇരുട്ടിനെയും മാറ്റുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം കർത്താവെ അവിടെ ജീവിതങ്ങളിൽ വീശട്ടെ. എല്ലാ ഇരുട്ടും മാറിപ്പോട്ടെ കർത്താവെ. എല്ലാ നുഖങ്ങളും തകർന്നു പോട്ടെ കർത്താവെ. ജനത്തെ ഭാരപ്പെടുത്തുന്ന കർത്താവിന്റെ സ്തോത്രം എല്ലാ വാഴ്ചകളും അധികാരങ്ങളെയും ഞങ്ങൾ ശാസിക്കും. ഇന്ന് രാത്രികാലം സർവനാമത്തിന് മേലായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കും.
കർത്താവേ, ജനത്തെ ആശ്വസിപ്പിക്കണമേ, ജനത്തെ ആശ്വസിപ്പിക്കണമേ, ജനത്തെ വിടുവിക്കണമേ. കർത്താവിന്റെ സ്നേഹം കർത്താവെ ജനങ്ങളുടെ ഉള്ളിൽ പകരുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കും. മദ്യപാനത്താൽ തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. കർത്താവെ, ലഹരി ഉപയോഗത്താൽ തകർന്ന തലമുറയ്ക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. കർത്താവെ, പാരമ്പര്യങ്ങളിലും ജഡത്തിലുമൊക്കെ പ്രശംസിച്ച് ദൈവത്തെ അറിയാതെ വ്യർത്ഥമായി ജീവിതം കഴിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കടഭാരത്തിലായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. ദൈവമേ, രോഗങ്ങളാൽ തകർന്ന് മരണഭീതിയോടെ കഴിയുന്ന വ്യക്തിക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. കർത്താവിന് സ്തോത്രം. കർത്താവെ, ജീവിതത്തിൽ ഡയറക്ഷൻ ഇല്ലാതെ കർത്താവെ സ്തോത്രം നിരാശരായിരിക്കുന്ന യുവതി യുവാക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വിവാഹം നടക്കാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ, ജീവിത ഭാരങ്ങളാൽ തകർന്ന മനുഷ്യര്, നിരാശരായ മനുഷ്യര്, അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. സമാധാനമില്ലാത്ത മനുഷ്യർ, ചിന്താഭാരത്താൽ തകർന്നിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, മക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. നിയമക്കുരുക്കിൽ അകപ്പെട്ടവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കും. കർത്താവെ, ശത്രു മനുഷ്യ ജീവിതങ്ങളെ തകർക്കുന്ന എല്ലാ തീയമ്പുകളിൽ നിന്നും അവരെ വിടുവിപ്പാൻ പ്രാർത്ഥിക്കും. നസ്രായനായ യേശുവിന്റെ നാമത്തിന് രാത്രികാലം വിടുവിക്കപ്പെടട്ടെ. അന്യ ആരാധനയിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. അന്യ ദൈവങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, ദുരുപദേശങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവത്തിന്റെ വലിയ രക്ഷ അനുഭവിപ്പാൻ, ജനം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിന്റെ ശക്തമായ സുവിശേഷം, സുവിശേഷത്തിന്റെ ശക്തി അവിടെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുവാൻ, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി അവിടെ ജീവിതത്തിൽ വ്യാപരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിനെ അറിയുവാൻ, യേശുവിന്റെ മഹത്വം കാണുവാൻ കർത്താവേ ജനങ്ങളുടെ ഹൃദയത്തെ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് രാത്രികാലം കർത്താവേ, ഈ വചനം കേൾക്കുന്ന, പ്രാർത്ഥന ശ്രവിക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കും. ദൈവാത്മാവേ, അവരെ സ്പർശിക്കണമേ, അവരെ തൊടുമാറാകണമേ. സ്വർഗീയമായ ഒരു ടച്ച് അവരുടെ ജീവിതത്തിൽ ലഭിക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി കരയറ്റുന്നു. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷകനും നാഥനുമായ യേശുവിന്റെ വലിയേറെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പ്രിയ PT സുബ്രഹ്മണ്യൻ സാർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോടും കുടുംബാംഗങ്ങളോടതായ നന്ദി സ്നേഹത്തോടെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവിന് വേണ്ടി പിന്നെയും ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. തീർച്ചയായിട്ടും അവർ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ 10 മണി വരെ നടക്കുന്നതായ പ്രത്യേക പ്രാർത്ഥനാ സെഷനിൽ സൂം മീറ്റിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ പ്രിയ സാറ് എഴുതിയതായ പുസ്തകങ്ങൾ, നിരവധി പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിനുള്ള ക്രമങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ
അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com